السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാന്യരായ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും മനഃപൂർവ്വം ബോധപൂർവം പരിശീലിച്ചെടുത്ത് അത് ജീവിതത്തിലുടനീളം പാലിച്ച് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ തൻ്റെ ഖുതുബകളുടെ ആരംഭത്തിൽ ഉപദേശങ്ങളിലൊക്കെ സ്വഹാബിമാർക്ക് നൽകിയിരുന്ന വസിയത്തായിരുന്നല്ലോ അത്. നമ്മൾ ഒരു തുടർച്ചയായി പഠിച്ചു വരുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതൻ ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുള്ളയുടെ മറാഖിൽ വായി എന്ന് പറയുന്ന ഗ്രന്ഥം, അവബോധത്തിൻ്റെ ചവിട്ടുപടികൾ, സമകാലിക ലോകത്ത് ഏതൊരു മനുഷ്യനും സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് രൂപീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കിതാബാണ്. നമ്മൾ ഇന്ന് അതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ആമുഖം, സുന്നത്തിൻ്റെ പ്രാമാണികത നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയത്തിൻ്റെ പ്രസക്തി ഒരു അക്കാദമിക ലോകത്ത് മാത്രമല്ല, ഒരു വിജ്ഞാനം എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾ പഠിക്കുകയും അധ്യാപകർ പഠിപ്പിക്കുകയും ഗ്രന്ഥങ്ങളിലൂടെ കൈമാറുകയും ചെയ്യുക എന്നതുവരെ ആയിരുന്നു ഒരു കാലത്ത് ഇതിൻ്റെ പ്രസക്തി. അതുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അറബ് ലോകത്ത് എന്നല്ല, നമ്മളെ കൊച്ചു കേരളത്തിൽ അങ്ങാടി ചർച്ചകളിൽ പോലും ഹദീസുകളോടുള്ള സമീപനവും ഹദീസുകൾ എന്താണ് എന്നും ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുമൊക്കെയുള്ള ആ വഴിയിൽ, ഇസ്ലാമിക പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്തു വന്ന ആ വഴിയിൽ സംശയം ജനിപ്പിക്കുന്ന സംസാരങ്ങൾ ആളുകളിൽ നിന്നുണ്ടാകാറുണ്ട്. നമ്മളും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം. സമൂഹത്തിൽ ഖുർആനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, ശരിയാണ്. ഹദീസ് അങ്ങനെ എല്ലാം ഒന്നും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ പിന്നെ ഒരു നൂറ്റാണ്ടിന് ശേഷം ഇമാം സുഹരി അല്ലേ ആദ്യമായി ഹദീസ് എഴുതി വെച്ചത്? ഹിജ്റ 256 ഇമാം ബുഖാരി മരണപ്പെട്ടത്. പോയി ഇമാം ബുഖാരി വരെ ആരാണ് ഹദീസുകളൊക്കെ എഴുതി വെച്ചത്? അത് മാത്രമല്ല, ഈ പണ്ടേതോ നൂറ്റാണ്ടുകളിൽ എഴുതി വെച്ചൊരു സംഗതി അതിങ്ങനെ അന്ധമായി അത് മൊത്തം സ്വീകരിക്കണം. ഖുർആൻ ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ ആളുകൾ, അവരൊക്കെ മനുഷ്യന്മാരാണല്ലോ, അവരൊക്കെ എഴുതി വെച്ചതൊക്കെ അപ്പടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല എന്ന് പറയുന്ന ആളുകളെ നമുക്കിന്നും കാണാം. വാസ്തവത്തിൽ എന്താണ് സുന്നത്ത്, ഹദീസുകൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ എന്ന് പറയുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ ഇങ്ങനെ ഒരു ഇതിഹാസങ്ങൾ പോലെ, പുരാണങ്ങൾ പോലെ, കെട്ടുകഥകൾ പോലെ ആളുകൾ ഇങ്ങനെ പാടിപ്പറഞ്ഞ് കുറേ ആളുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്തു വന്ന ഒന്നാണോ? വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ആളുകൾ, മുസ്ലിം ലോകം, അവർ പോലും പലപ്പോഴും ഹദീസുകളുടെ വിഷയത്തിൽ ഹദീസൊന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മളിത് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം, ഈ ഒരൊറ്റ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം രാവും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹദീസുകളോടുള്ള സമീപനം എങ്ങനെയാണ് ഒരു മനുഷ്യന് എന്നത് രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഒരാൾക്കുണ്ടാക്കും. കാരണം എന്താണ്? കാരണം ഹദീസുകൾ വഹിയാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ എപ്രകാരമാണോ വഹിയാകുന്നത് അതുപോലെ തന്നെയാണ് ഹദീസുകൾ വഹിയും. അതിൻ്റെ രൂപത്തിലാണ് മാറ്റം. ഖുർആനിലൊരു കാര്യം വന്നു, അള്ളാഹു പറഞ്ഞു ഖുർആനിൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു, ഹദീസിലും പറഞ്ഞു നിസ്കാരം ഇങ്ങനെയൊക്കെയാണ്. രണ്ടിനും ഒരേ ദറജയാണ്. ചിലപ്പോൾ ആളുകൾക്കൊരു സംശയമുണ്ടാവും,
നമ്മൾ പറയാറുള്ളത് ഖുർആൻ ഒന്നാം പ്രമാണം, ഹദീസുകൾ രണ്ടാം പ്രമാണം എന്നല്ലേ? ആ ഒരു ഭാഷ ശരിക്കും പറഞ്ഞാൽ അതൊരു പറച്ചിലിൽ വരുന്ന ആ ഭാഷയിലെ വളരെ നേർത്ത ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കാതെ ഒന്നാം പ്രമാണമാണ് രണ്ടാം പ്രമാണമാണ് എന്ന് പറയരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നതിന് പിന്നിലുള്ള കാരണം, ഖുർആൻ എന്നത് അതിൻ്റെ വാചകങ്ങൾ, അതിൻ്റെ കണ്ടൻറ്റ്, അതിന് മുഴുവൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മളൊരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ തന്നെ കൂലിയാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്. അത് പാരായണം ചെയ്യൽ, വെറുതെ പാരായണം ചെയ്യൽ വരെ ഇബാദത്താണ്. പക്ഷെ ഹദീസുകളും അള്ളാഹുവിൻ്റെ വഹി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമല്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളാണ്. അതിനൊരക്ഷരം ഓതിയ കൂലി കിട്ടോ? അങ്ങനെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഹദീസുകൾ മൊത്തത്തിൽ പഠിച്ചാൽ കൂലി കിട്ടും. മൊത്തത്തിൽ ഹദീസുകൾ പഠിക്കുക, ദീന് പഠിക്കുക, ഹദീസ് ഓരോ കാര്യങ്ങൾ പഠിക്കുക, അത് മൊത്തം കൂലി കിട്ടും. പക്ഷേ ഖുർആൻ പോലെ ഒരു അക്ഷരം ഓതിയാൽ പ്രതിഫലം, ഇന്ന സൂറത്ത് ഓതിയാൽ പ്രതിഫലം, അത് ഹദീസുകൾക്കില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് ഖുർആൻ്റെ അത്ര ശ്രേഷ്ഠത എന്തില്ല, ഹദീസുകൾക്കില്ല. സ്വാഭാവികമാണ്. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഹദീസുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമാണ്. പക്ഷേ പ്രമാണം എന്ന വിഷയത്തിൽ രണ്ടിനും ഒരേ സ്ഥാനമാണുള്ളത്. ഒരേ സ്ഥാനം. ഖുർആനിൽ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു, ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നിസ്കാരം ഇങ്ങനെ 5 വഖത്താണ്, പിന്നെ സുബഹി ഇത്ര റക്അത്താണ് എന്നൊക്കെ പറഞ്ഞു. ഒരാൾ പറയാണ് ഒന്നാം പ്രമാണത്തിൽ പറഞ്ഞതാണ്, ഹദീസിലുള്ളത് സെക്കൻഡ് കാറ്റഗറിയാണ്. അപ്പോൾ നിസ്കരിച്ചാൽ മതി, നിസ്കാരം എങ്ങനെ കൈകെട്ടണം, അതൊന്നും അത് ഹദീസിലല്ലേ വന്നത്. അതപ്പോൾ അത്ര ഒരു കർശനമായി സ്വീകരിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല എന്ന് പറയാൻ വകുപ്പില്ല. ചിലപ്പോൾ ഖുർആനിൽ പറയാത്ത കാര്യങ്ങൾ അള്ളാഹു ഹദീസിലൂടെ പഠിപ്പിച്ചു എന്ന് വരാം. ഖുർആനിൽ സംക്ഷിപ്തമായി പറഞ്ഞത് ഹദീസുകളിൽ വിശദീകരിച്ചു പറഞ്ഞു എന്ന് വരാം. അങ്ങനെ ഒരുപാട് തരത്തിൽ ഖുർആനും ഹദീസുകളും ബന്ധപ്പെടുന്നുണ്ട്. വഹ്യിൻ്റെ അടിസ്ഥാനത്തിൽ, വഹ്യിലൂടെ ഏത് മാർഗത്തിലൂടെ, അഥവാ ഖുർആനിലൂടെയോ ഹദീസിലൂടെ, രണ്ടും വഹ്യാണ്. ഇതിലൂടെ ഏതിലൂടെ വന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കൽ അവൻ ബാധ്യസ്ഥനാണ്. അതിൽ പിന്നെ ഏറ്റക്കുറച്ചിലില്ല. ഹദീസിൽ മാത്രമേ വന്നു, ഖുർആനിൽ എന്താ കാണുന്നില്ല, പറ്റൂല. കാരണം ഖുർആൻ തന്നെ മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകൾ വേണം. ഒരാൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെ പേരിൽ പലതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെയും പല ആളുകൾ ഇന്നുണ്ട് ഖുർആൻ മാത്രവാദികൾ. നമ്മൾ ഖുർആൻ മാത്രമേ സ്വീകരിക്കൂ. അവരോട് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് ഖുർആൻ തന്നെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഒരാൾക്ക് ഖുർആൻ തന്നെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഖുർആൻ ഇറങ്ങിയത് നമ്മളിന്ന് കയ്യിലുള്ള മുസ്ഹഫ്, അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും ഒരാൾക്ക്? ഹദീസ് സ്വീകരിക്കാത്ത ഒരാൾക്ക്? ബാക്കിയുള്ളതൊക്കെ പോട്ടെ, നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ, സക്കാത്തിൻ്റെ വിധിവിലക്കുകൾ, അതൊക്കെ ഹദീസിലാണ് പറയപ്പെടുന്നത്. അതൊക്കെ പോട്ടെ. ഒരാൾ പറയുന്നു ഞാൻ ഖുർആൻ മാത്രവാദിയാണ്, ഖുർആനിലുള്ളത് മാത്രമേ എനിക്ക് പറ്റൂ, ഹദീസുകളൊന്നും അതൊക്കെ സംശയാസ്പദമാണ്. തിരിച്ചയാളോട് ചോദിക്കാം, ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന ഖുർആൻ തന്നെ എങ്ങനെ നിങ്ങൾ സ്വീകരിക്കും? ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആര് പറഞ്ഞു? അത് അവതരിച്ച അതേ ക്രമത്തിലാണെങ്കിൽ സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കാണ് ഒന്നാമത് വരേണ്ടിയിരുന്നത്. അവതരിച്ചതാണ്. ഖുർആനിൽ ഏറ്റവും അവസാനം അവതരിച്ച ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സൂറത്തുൽ ബഖറയിലാണുള്ളത്. അപ്പോൾ അതായിരുന്നു നാസിൻ്റെ അവിടെ വരേണ്ടിയിരുന്നത്. സൂറത്തുൽ ബഖറയുടെ പേര് സൂറത്തുൽ ബഖറ എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ആര് പഠിപ്പിച്ചു തന്നു സൂറത്തുൽ ബഖറക്ക് സൂറത്തുൽ ബഖറ എന്നുള്ള പേര്? ബഖറയിലുണ്ടോ? ഓരോ സൂറത്തിലും അള്ളാഹു അങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ സൂറത്ത് തുടങ്ങാൻ പോവാണ്, ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ബഖറ എന്നാണ്. ഏതെങ്കിലും സൂറത്ത് കാണാൻ പറ്റുമോ? ഇല്ല. സൂറത്തുകൾക്ക് പേര്, സൂറത്തുകൾ എവിടെ വേണം? സൂറത്തുൽ ബഖറ കഴിഞ്ഞ് ആലു ഇമ്രാൻ. സൂറത്തുകളുടെ ക്രമം ഇതെവിടെ നിന്ന് കിട്ടി? ഇന്ന ആയത്ത് അതിന് ശേഷമാണ് ഇന്ന ആയത്തിന് എവിടെ നിന്ന് കിട്ടി? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ അവതരിച്ചത് പല ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്നിച്ചവതരിച്ച സൂറത്തുകൾ വളരെ ചുരുക്കമാണ്. പലപ്പോഴും പലവിധ സൂറത്തുകളിൽ പലവിധ ആയത്തുകളാണ് അവതരിക്കുക. ആദ്യമായി അവതരിച്ചത് തന്നെ സൂറത്തുൽ അലഖ് മൊത്തമല്ലല്ലോ, ആദ്യത്തെ 5 ആയത്തുകളാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം വരെ. അപ്പം അതിന് ശേഷമുള്ള ആയത്തുകളോ അത് പിന്നെയാണ് അവതരിച്ചത്. അപ്പോൾ അതെങ്ങനെ ഇവിടെ ഇതിന് ശേഷമാണ്, എങ്ങനെയെന്ന് മനസ്സിലാക്കും? അത് അള്ളാഹുവിൻ്റെ റസൂൽ പറയും.
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയെഴുത്തുകാരോടുള്ള സംസാരത്തിൽ നമുക്കത് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹിയെഴുത്തുകാരായ ആളുകളുണ്ടായി. അവരോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയും, ദാ ഇന്ന ആയത്ത്, ഈ ആയത്ത് അവതരിച്ചത് ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിന് ശേഷമാണ്, ഇവിടെയാണത് വെക്കേണ്ടത്, അത് എഴുതേണ്ടത് എവിടെയാണ്. അപ്പോൾ ഹദീസുകൾ സ്വീകരിക്കാതെ ഒരു മനുഷ്യന് ദീൻ സ്വീകരിക്കാൻ കഴിയില്ല. അയാൾ ഈ ഖുർആൻ സ്വീകരിച്ചാൽ പോലും ഖുർആൻ തന്നെയും ശരിക്കും സ്വീകരിക്കാൻ കഴിയില്ല. ഇന്ന് ഹദീസുകളുടെ രംഗത്ത് ഒരുപാട് ആളുകൾ ചരിത്രത്തിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഖുർആൻ തൊടാൻ അവർക്ക് ഭയമായി. കാരണം ഖുർആൻ അത് മുസ്ലിം ലോകം ഒന്നടങ്കം ഇങ്ങനെ എത്രയോ അധികം ആളുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഒരു ചെറിയൊരു പ്രശ്നം പോലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പിടികൂടും എന്നവർക്ക് മനസ്സിലാവും. പക്ഷെ ഹദീസുകൾ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ പഠിച്ചു വരണമെന്നില്ല. അത് പണ്ഡിതന്മാർ, അത് ആ മേഖലയിലുള്ള ആളുകളാണത് കുറേയേറെ പഠിക്കുക. അപ്പോൾ ഹദീസുകളിൽ എന്തെങ്കിലും തിരിമറികൾ നടത്തിയാൽ ദീനിനെ തന്നെ തകർക്കാം എന്നവർക്ക് മനസ്സിലായി. ഖുർആനിലുമൊക്കെ ആളുകൾ അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു യഹൂദിയായ മനുഷ്യൻ ഒരിക്കൽ അങ്ങനെ ശ്രമിച്ച സംഭവമൊക്കെ കാണാം. ഖുർആൻ്റെ ഒരു നല്ല കൈയെഴുത്തും വശമുണ്ടായിരുന്ന അയാൾ ഖുർആൻ്റെ ഒരു പ്രിൻ്റ് എന്ത് ചെയ്തു, ഒരു തെറ്റ് വരുത്തി 2 കോപ്പികൾ എന്ത് ചെയ്തു ഉണ്ടാക്കി മാർക്കറ്റിൽ വെച്ചു. ആ മാർക്കറ്റിൽ വെച്ച ആ കോപ്പികൾ വിറ്റുപോയി. അത് തിരിച്ച് തൻ്റെ കള്ളി വെളിച്ചത്തായതിൻ്റെ സ്പീഡ് കണ്ടിട്ട് അയാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അത്ര മുസ്ലിങ്ങൾക്ക് അത്ര വേഗം ഒരു വാവോ ഒരു ഫാവോ ഒന്നും ഖുർആനിൽ തിരുമറി നിർത്താൻ പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഹദീസുകൾക്കെതിരെ ആളുകൾ മനഃപൂർവ്വം മുസ്ലിങ്ങളുടെ വേഷത്തിലടക്കം ആളുകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു കാലത്ത് ഇറാഖ്, ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം, അഥവാ ഇസ്ലാമിക ലോകത്ത് അന്ന് കൂഫയും ബസറയും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശം അറിയപ്പെട്ടത് തന്നെ വ്യാജ ഹദീസുകളുടെ നിർമ്മിത ഫാക്ടറികൾ എന്നാണ്. അവിടെ നിന്നാണ് ആളുകൾ ഇഷ്ടം പോലെ. കാരണം ഇറാഖിൽ നിന്ന് ഒരുപാട് ഫിത്നകൾ വന്നിട്ടുണ്ട്. ഖവാരിജുകൾ അവരാദ്യമായി തമ്പടിക്കുന്നത് ഹറൂറ എന്ന ഇറാഖിലെ സ്ഥലത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തൊക്കെ സംശയം ചോദിക്കാൻ വന്ന സ്ത്രീയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് കാണാം, ഹറൂരിയത്തുൻ അൻതി, നീ ഹറൂരി പെണ്ണാണ്. അപ്പോൾ ഇറാഖ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള വേദിയായിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് വ്യാജ ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം, ഇത് മുസ്ലിങ്ങളുടെ ശത്രുക്കൾ മനഃപൂർവ്വം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായൊരു പ്രശ്നം ഇസ്ലാമിക ലോകം അഭിമുഖീകരിച്ചത്, ഒരാൾ നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ വന്നാൽ നമുക്കറിയാം, ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആട്ടിൻതോലടിഞ്ഞ ചെന്നായ പോലെ ഒരാൾ വന്നാൽ ഏറ്റവും വലിയ അപകടകാരികൾ അവരാണ്. അതുകൊണ്ടാണ് കാഫിരീങ്ങളെക്കാളും അപ്പുറത്ത് മുനാഫിക്കുകൾ, ഇന്നൽ മുനാഫിഖീൻ ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് അവർക്കാണെന്ന് പറയും. കാഫിർ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ അവൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇസ്ലാമിന് എതിരാണ്. മുനാഫിക്ക് അങ്ങനെയല്ല, ഉള്ളിൽ നിന്ന് നമ്മൾ ഇസ്ലാമിൻ്റെ കൂടെ നടന്ന് ഒറ്റുക എന്ന വലിയൊരു പണിയാണല്ലോ അവർ ചെയ്യുന്നത്. ഈ ഒരു ദുരവസ്ഥ, ഒരു വലിയൊരു പരീക്ഷണം മുസ്ലിം ലോകത്തിന് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹദീസുകളെ നേരിട്ട് സുന്നത്തുകളെ സംരക്ഷിക്കുക, ഈ ഹദീസുകളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ഹദീസുകൾക്കെതിരെ, സുന്നത്തുകൾക്കെതിരെ സംശയം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളുകൾ അത് ഇന്നും കേരളത്തിലുണ്ട്, കേരളത്തിലടക്കമുണ്ട്. മുസ്ലിങ്ങളാണ്, അവർ പറയും ഖുർആൻ അംഗീകരിക്കുന്നവരാണ്, ഹദീസുകൾ വരെ അവർ അംഗീകരിക്കുന്നവരാണെന്ന് പറയും. പക്ഷേ അതുപോലെ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ചില നൂലാമാലകളൊക്കെ എടുത്തുകൊണ്ട് വരും. അത് ഇന്നതാണ്. നമ്മൾ ഹദീസുകൾ നിഷേധിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മൾ ഹദീസുകളെ നിരൂപിക്കുകയാണ്. മുൻകാലത്തും അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. ഇസ്ലാമിക വിജ്ഞാനങ്ങളിലെ ചില ടെർമിനോളജികൾ, ചില സാങ്കേതിക ശബ്ദങ്ങൾ അവർ എടുക്കും. ഇന്നതൊക്കെയാണല്ലോ ഇത്, ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ ചിന്തിക്കും, ഓ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ സ്വഹീഹുണ്ട്, ദഈഫുണ്ട്, മൗദൂ ഉണ്ട്, മുൻഖത്തിയുണ്ട്, മുർസലുണ്ട്, ഇങ്ങനെ കുറേ സാധനം. എന്നാൽ ഹദീസ് തന്നെ വേണ്ട, ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഇതിൽ മേഖലകൾ എന്ന് ചിന്തിക്കാൻ ആളുകൾക്ക് കാരണമാകും. അപ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമുക്കിന്നും നമ്മുടെ സമൂഹത്തിൽ ഹദീസുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ പഠിക്കുകയും ഹദീസുകൾ മുസ്ലിം സമൂഹത്തിനുള്ളിൽ മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെയും ഹദീസുകൾക്കെതിരെ സംശയങ്ങൾ ഉണർത്തിവിടുകയും ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അതിൽ ഒരു അടിസ്ഥാനപരമായ ചില ധാരണകളെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, ഹദീസുകൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ഒന്ന് വഹിയാണ്. വഹിയിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തുൽ ഹിജ്റിൽ കാണാം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെയാണ് ഇതിൻ്റെ സംരക്ഷണ ചുമതല
ഏറ്റെടുത്തത്. അത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ ഒരു വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന് നൽകിയ വഹീൻ്റെ ഒരു പ്രത്യേകതയാണ്. മുൻകാലത്തുണ്ടായിരുന്ന തൗറാത്ത്, ഇഞ്ചീൽ ഇതിൻ്റെ ഒന്നും സംരക്ഷണ ചുമതല അള്ളാഹു നേരിട്ട് ഏറ്റെടുത്തിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ സംരക്ഷണ ചുമതല അള്ളാഹു ആ സമൂഹങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളാണത് സംരക്ഷിക്കേണ്ടത്. എന്നാൽ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ തിരു ഹദീസുകൾ, ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ഇതിൻ്റെയൊക്കെ സംരക്ഷണ ചുമതല അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഖുർആൻ നമുക്കറിയാം, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഹദീസുകൾ അതിൽ പെടുമോ? പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആയത്തിൽ തന്നെ ദിക്ർ എന്ന പദം അത് വിശാലമായ പദമാണ്. ഉത്ബോധനം, ബോധനം എന്നൊക്കെ ആ പദത്തിന് അർത്ഥം പറയാം. ചുരുക്കത്തിൽ അള്ളാഹു മനുഷ്യന് നൽകിയ മാർഗദർശനമായി നൽകിയ അള്ളാഹുവിൻ്റെ വഹ്യ് എന്തൊക്കെയുണ്ടോ, ഖുർആൻ, ഹദീസ്, അത് നിലനിൽക്കാൻ വേണ്ട എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെയും അതിൽപ്പെടും. അറബി ഭാഷ, ഖുർആൻ നിലനിൽക്കണമെങ്കിൽ അറബി ഭാഷ പഠിക്കുന്ന ആളുകൾ വേണം, എങ്കിലേ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹദീസുകൾ നിലനിൽക്കണമെങ്കിൽ ഹദീസിൻ്റെ കിതാബുകൾ വേണം, അതിന് സംവിധാനങ്ങൾ വേണം, ഹദീസ് നിദാന ശാസ്ത്രം വേണം, ഒരുപാട് വിജ്ഞാന ശാഖകൾ വേണം. അപ്പോൾ അതില്ലെങ്കിൽ ഇതിന് നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അള്ളാഹുവിൻ്റെ ഈ സംരക്ഷണത്തിൽ അതൊക്കെയും പെടും. ഹദീസുകൾ വഹിയാണ് എന്നതിന് നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു പഠിപ്പിച്ചതാണ്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നയാളല്ല. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഹവയല്ല, സ്വന്തം ഇച്ഛപ്രകാരം അങ്ങനെ തോന്നുന്നത് പറയുന്നയാളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹ്യാണ് തിരുഹദീസുകൾ, അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ആ ഒരൊറ്റ പോയിന്റ് തന്നെ മതി, ഹദീസുകൾ സംരക്ഷിക്കപ്പെടും. ഖിയാമത്ത് നാൾ വരെ ഹദീസുകൾ നിലനിൽക്കും. അതിൻ്റെ ചാനലിൽ, അത് കടന്നു വരുന്ന വഴികളിൽ എവിടെയും ഏതെങ്കിലും ചൂഷണത്തിനോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതിനെ ആളുകൾക്ക് അതിൽ കൈകടത്തി എന്തെങ്കിലും കൃത്രിമം നടത്താനുള്ള വഴികളോ ഉണ്ടാവില്ല എന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കാണും. കുറച്ചുകൂടി വിശദമായി, അതൊരൊറ്റ പോയിന്റ് തന്നെ മതി, വിശദമായി മറ്റൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളിൽ ഹദീസുകൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഒരു മുസ്ലിം അന്ത്യനാൾ വരേക്കും ഒരു മുസ്ലിം ആവുന്നത് എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാ എന്നതുകൂടി അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ വരെ ഒരാൾ അംഗീകരിച്ചു, മുഹമ്മദ് റസൂൽ അംഗീകരിച്ചെങ്കിൽ മുസ്ലിം ആവില്ല. മുഹമ്മദുർ റസൂലുള്ളാ എന്നത് ഒരാൾക്ക് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് അറിയണം. റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലാണ്, ദൂതനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് വഴികൾ വേണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നത് നിലനിൽക്കാനുള്ള വളരെ വലിയൊരു ബാക്കപ്പാണ്. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഹദീസുകൾ നിലനിൽക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ആരാണെന്നറിയാം, റസൂൽ എന്തൊക്കെ ചെയ്തു എന്നറിയാം, റസൂൽ എങ്ങനെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക, ഒക്കെ അതിൽപ്പെടും. അപ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യന് ശരിക്കും മുസ്ലിം ആകാൻ കഴിയില്ല. അപ്പോൾ സുന്നത്തുകൾ നിലനിൽക്കുക എന്നത് ഒരാൾ മുസ്ലിം ആവുക എന്നതിൻ്റെ അതിനോട് അനിവാര്യ ഘടകമാണ്. മറ്റൊന്ന്, ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും, നിസ്കാരം, ഒരാൾ മുസ്ലിം ആകുന്നത് കഴിഞ്ഞു, ഷഹാദത്ത് കഴിഞ്ഞു, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെയും നേരത്തെ പറഞ്ഞ ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായ ദീൻ ഒരാളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ പോലും സുന്നത്തുകൾ വേണം. നിസ്കാരം, റക്അത്തുകൾ, എൻ്റെ സമയം, നോമ്പ്, പിന്നെ നോമ്പിൻ്റെ ഓരോ വിധിവിലക്കുകൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ഓരോ കർമ്മശാസ്ത്ര വിധികൾ, സക്കാത്ത്, ഖുർആനിൽ അല്ലാഹു പിന്നെ വആതു സക്കാ എന്നുള്ള പൊതു കൽപ്പനകളാണുള്ളത്. ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർണത്തിൻ്റെ സക്കാത്ത് എത്ര, സമ്പത്തിൻ്റെ സക്കാത്ത് എത്ര, കൃഷിയുടെ സക്കാത്ത് എത്ര, ഒട്ടകവും കന്നുകാലികൾ, ആടിനെത്ര സക്കാത്ത്, ഒട്ടകത്തിന് എത്ര സക്കാത്ത്, ഇനി ഒരാൾക്ക് പിന്നെ ഭൂമി കുഴിച്ചപ്പോൾ ഒരു നിധി കിട്ടി, അതിനെത്ര സക്കാത്ത്, അത് എപ്പോൾ കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ സക്കാത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സ്വർണവും പിന്നെ സമ്പത്തും മാത്രമേ മനസ്സിലാക്കാറുള്ളൂ. പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മളെ കൃഷിക്ക് സക്കാത്തുണ്ട്. കൃഷി തന്നെ നമ്മൾ ജലസേചനം നടത്തുന്ന, നമ്മുടെ പൈസ കൊടുത്ത് വെള്ളം പിന്നെ സൗകര്യങ്ങൾ വെക്കുന്ന ജലസേചനം നടത്തുന്ന കൃഷിയാണെങ്കിൽ അതിൻ്റെ ശതമാനം വേറെയാണ്. അതല്ല നമ്മൾ പ്രത്യേകിച്ച് ചിലവൊന്നും അതിൽ ഇറക്കുന്നില്ല, മഴ കൊണ്ട് ഇങ്ങനെ നമ്മൾ പിന്നെ വിത്ത് നട്ട് അല്ലെങ്കിൽ തൈ പിന്നെ വെച്ച് അങ്ങനെ അത് സ്വയം ഇങ്ങനെ വളർന്നു വന്നാൽ ഇങ്ങനെ സക്കാത്ത് വേറെയാണ്. അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് ഒരു വർഷം തികയുമ്പോഴല്ല, വിളവെടുക്കുമ്പോഴാണ് കൊടുക്കേണ്ടത്.
ഇങ്ങനെ ഓരോ വിധിവിലക്കുകൾ അത് ഹദീസുകളിലാണുള്ളത്. അപ്പോൾ അടിസ്ഥാന ഇസ്ലാമികമായ ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ തന്നെ ഹദീസുകൾ ഉണ്ടായാലേ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്നത് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു എന്നത് ഹദീസുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും എന്നതിൻ്റെ അനിവാര്യമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ വിശ്വസിച്ചു, മുഹമ്മദ് റസൂലുള്ള എന്നതൊക്കെ അംഗീകരിച്ചു. പക്ഷെ പ്രവാചകനെ ഒരാൾക്ക് പിൻപറ്റണം. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റണം. അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എന്നതാണ് വേണ്ടത്. അപ്പോൾ പിൻപറ്റണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓരോ അടക്കങ്ങളും അനക്കങ്ങളും നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിനുള്ള വഴി വേണം. അപ്പോൾ ആ വഴിയാണ് ഹദീസ്. ആ ഹദീസ് സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെയുള്ള ഒരുപാട് വിശദമായ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാരണങ്ങൾ ഹദീസുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അതിൻ്റെ അനിവാര്യതയുണ്ട് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളൊരു ചോദ്യം, അപ്പോൾ അനിവാര്യതയൊക്കെ മനസ്സിലായി, ഹദീസുകൾ സംരക്ഷിക്കപ്പെടണം, ഓക്കെ, സംഗതി ശരിയാണ്. ഈ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ട വഴിയിലാണല്ലോ ആളുകൾക്ക് പ്രശ്നം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിവരം, ഒരു വാർത്ത, ഒരു അറിവ്, ഒരു ഇൻഫർമേഷൻ, ഒരു ഡാറ്റ, ഇത് കൈമാറ്റം ചെയ്യാൻ ലോകത്ത് എന്തൊക്കെ വഴികളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ഡാറ്റ, അപ്പോൾ ഞാൻ സംസാരിക്കുന്നു, ഇതൊരു ഡാറ്റയാണ്, ഞാൻ ജീവിച്ചിരുന്നു, ഇതൊരു അറിവാണ്, ഒരു വിവരമാണ്, ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ എങ്ങനെയാണ് ലോകത്തെ കൈമാറ്റപ്പെടുന്നത്? അപ്പോൾ ഇന്ന് നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ചെറിയൊരു ഇൻഫർമേഷൻ, നമ്മൾ ഒരു കൈയിൻ്റെ ഇമോജി, കൈ ചിഹ്നം, ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കും. ഇതൊരു അറിവാണല്ലോ, ഒരാൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾ ഹാജർ അറിയിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് അതിലൂടെ കിട്ടുന്നത്. ഇത് ഇന്നത്തെ ലോകത്ത് എങ്ങനെയാണ് കൈമാറുന്നത്? ഒന്ന് വാട്സപ്പിലൂടെ കൈമാറാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ കൈമാറാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൾ വിളിച്ചിട്ട് നമുക്കൊരു ഓൺഗോയിങ് കോളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരാളെ വിവരം അറിയിക്കാം. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. റെക്കോർഡ് ചെയ്യാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇന്നത്തെ കാലമാണ്. നമ്മൾ പഴയ കാലത്തിലേക്ക് പോവാം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് പോവാം. വേണ്ട, ഒരു 200 കൊല്ലം, ഒരു 300 കൊല്ലം മുമ്പിലേക്ക് പോവാം. ഒരു 300 കൊല്ലം മുമ്പിലേക്ക് പോയിട്ട് മനുഷ്യന്മാരെങ്ങനെയാണ് അറിവ് കൈമാറ്റം ചെയ്യുന്നത് എന്ന് നോക്കുക. എങ്ങനെയാണ് ആളുകൾ പരസ്പരം അറിവുകൾ കൈമാറ്റം ചെയ്തിരുന്നത്? ഒരു കാര്യം എങ്ങനെയാണ് അറിയിച്ചിരുന്നത്? നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാവാം, തലച്ചോറ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നതുണ്ടാവാം, എഴുതി സൂക്ഷിക്കുന്നതുണ്ടാവാം, ശബ്ദങ്ങളിലൂടെ കൈമാറ്റം ചെയ്യുന്ന പല നാടുകളിലുമൊക്കെ ചില കിളികളുടെ ശബ്ദത്തിലൊക്കെ ഭാഷകളുണ്ടാക്കിയ ആഫ്രിക്കയിലും മറ്റുമുള്ള ഗോത്രവർഗ്ഗക്കാരുണ്ട്. ഒന്നും മനസ്സിലാവില്ല, ശബ്ദങ്ങൾ മാത്രം, സൗണ്ടുകൾ മാത്രം, ഭാഷ തന്നെ ഇല്ല. അങ്ങനെ പല രൂപത്തിൽ തങ്ങൾക്ക് തങ്ങളുടെ കയ്യിലുള്ളൊരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപങ്ങളുണ്ട്. ഇനിയാണ് ഇസ്ലാമിക ലോകത്ത് നടന്ന ഒരു വലിയൊരു വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകും. ഈ വെല്ലുവിളി ഞാനെന്നൊരു വ്യക്തി നടത്തുന്നതല്ല, ഇസ്ലാമിക ലോകത്തിന് ലോകാവസാനം വരേക്കുമുള്ള മാനവരാശിയോട് നടത്താൻ കഴിയുന്നൊരു വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ഡാറ്റ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ലോകത്തെ ഏത് സംവിധാനങ്ങളും നിങ്ങൾക്ക് എടുക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയം വരെ ഞാനെന്ന വ്യക്തിക്കും നമ്മളെന്ന സമൂഹത്തിനും എത്തിച്ചേർന്ന ആ ഡാറ്റ ട്രാൻസ്ഫറിങ് മെത്തേഡിനോട് കിടപിടിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അത് കുറച്ചുകൂടി വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മുസ്ലിങ്ങൾ സഹിച്ച ത്യാഗവും അവർ ഡെവലപ്പ് ചെയ്ത ഒരു നോളജ്, ഒരു അറിവ്, ഒരു വിജ്ഞാന ശാഖ, അതിനോട് കിടപിടിക്കുന്ന ഒന്ന് ലോകത്തൊരു സമൂഹത്തിനും അവകാശപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വഹാബിമാരോട് പറയുന്നത് കാണാം, നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി സമിഅ മിന്നാ ഹദീസൻ ഫഹഫിദഹു ഹത്താ യുബല്ലിഗഹു ഗൈറഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നൊരു സംസാരം കേട്ടിട്ട്, എൻ്റെ ഒരു ഹദീസ് കേട്ടിട്ട് അത് മനസ്സിലാക്കി അത് അയാളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു, ഹിഫ്ള് ചെയ്തു, പിന്നെ അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്തു. അള്ളാഹു അവൻ്റെ മുഖം പ്രകാശപൂരിതമാക്കട്ടെ, അഥവാ നാളെ പരലോകത്ത് അവന് വലിയ സൗഭാഗ്യങ്ങൾ നൽകട്ടെ, അവനെ നല്ലൊരു മനുഷ്യനാക്കട്ടെ. ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. ഒരു പക്ഷേ കേൾക്കുന്നയാളേക്കാൾ പിന്നെ അയാളിൽ നിന്ന് കേൾക്കുന്ന, അത് എത്തിയ ആളായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതങ്ങനെ തന്നെയാണല്ലോ. ഒരു പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും, അത്
നമുക്കതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും, അത് മനസ്സിലായപ്പോൾ. പക്ഷേ നമ്മൾ ആ അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കും. നമ്മളെക്കാൾ ചിലപ്പോൾ ആ അറിവ് കൊണ്ട് ഉപകാരമെടുക്കുന്നതും അതിനെ ഡെവലപ്പ് ചെയ്യുന്നതും അതിന് വലിയ വലിയ അറിവുകളിലേക്ക് എത്തിക്കുന്നതും നമ്മൾ എത്തിച്ച ആളായിരിക്കും. അതിനർത്ഥം നമുക്ക് ശ്രേഷ്ഠത കുറഞ്ഞു എന്നല്ല, നമ്മളാണല്ലോ ആ ചാനൽ വഴി എത്തിച്ചു കൊടുത്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. എത്രയോ ഫിഖ്ഹ്, അറിവ്, ദീനിലുള്ള അഗാധമായ അറിവ് അഥവാ എൻ്റെ ഹദീസുകൾ കൈമാറ്റം അത് വഹിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്കാൾ വലിയ അറിവുള്ള അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിലേക്ക് അവരത് എത്തിച്ചു കൊടുക്കുന്നു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുൻകൂട്ടി പറഞ്ഞു, തസ്മഊൻ, നിങ്ങളിപ്പോൾ സ്വഹാബിമാരെ നിങ്ങളിപ്പോൾ എന്നിൽ നിന്ന് എൻ്റെ സംസാരം കേൾക്കുന്നു. പക്ഷെ അത് വെറും കേൾവിയായി മനസ്സിലാക്കരുത്. കാരണം വയുസ്മഉ മിൻകും, ഇത് ഭാവിയിൽ നിങ്ങളിൽ നിന്ന് കേൾക്കപ്പെടും. അഥവാ നിങ്ങളിൽ നിന്ന് എൻ്റെ സംസാരം കേൾക്കാൻ ആളുകൾ ഉണ്ടാകും. വയുസ്മഉ മിമ്മൻ യസ്മഉ മിൻകും, നിങ്ങളിൽ നിന്ന് കേട്ടവരിൽ നിന്ന് കേൾക്കാൻ, താബിഈങ്ങളിൽ നിന്ന് പഠിക്കാൻ ഇനി ആളുകൾ വരും. അതുകൊണ്ട് എൻ്റെ സംസാരങ്ങളെ നിങ്ങൾ കേൾക്കേണ്ടത് ആ ഗൗരവത്തിലാണ്, അല്ലാതെ വെറുതെ ഒരു സൊറ പറഞ്ഞിരിക്കുക എന്ന അർത്ഥത്തിലല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ടാണ് പല സംസാരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ആവർത്തിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അത് മനസ്സിലാക്കാൻ വേണ്ടി. ചിലപ്പോൾ നമ്മൾ ഇന്ന് മൈക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു പരിധി വരെയാണ് നമ്മുടെ ഒരു സൗണ്ട് എത്തിക്കാൻ നമുക്ക് കഴിയുന്നത്. പക്ഷേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൈക്കില്ല, സംവിധാനങ്ങളില്ല. അപ്പോൾ ഒരു വാക്ക് പ്രവാചകൻ 3 തവണ വരെ ആവർത്തിക്കുമായിരുന്നു. ആളുകൾക്ക് കേൾക്കണം, അത് മനസ്സിലാക്കണം. മാത്രമല്ല പ്രവാചകൻ സംസാരം വളരെ അവധാനതയോടുകൂടിയുള്ളതായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നിർത്തി, കാരണം ഈ മുന്നിലിരിക്കുന്ന അഭിസംബോധിതർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കർശനമായി സ്വഹാബിമാരോട് താക്കീത് നൽകി, എൻ്റെ സംസാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം വരുത്തുന്നത് അങ്ങേയറ്റത്തെ വലിയ ഗുരുതരമായ പാതകമാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എൻ്റെ മേൽ കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സ്വഹാബിമാരോട് ആദ്യകാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസുകൾ എഴുതി വെക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. ആദ്യകാലത്ത്, ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത്, ലാ തക്തുബു അന്നി, നിങ്ങൾ എന്നിൽ നിന്നൊന്നും എഴുതി വെക്കരുത് എന്ന് പറഞ്ഞു. അതിന് കാരണം ആദ്യകാലത്ത് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അന്ന് എഴുത്ത് തന്നെ കുറവാണ്. വളരെ ആദരിക്കപ്പെടുന്ന ആളുകൾ ബഹുമാനിക്കുന്ന വളരെ അമൂല്യമായ വസ്തുക്കളാണ് ആളുകൾ എഴുതുക. കാരണം എഴുതാനുള്ള സാമഗ്രികളില്ലല്ലോ. അപ്പോൾ അന്നത്തെ വലിയ കവിതകൾ അതവരെഴുതും. സ്വർണം കൊണ്ട്, സ്വർണം ഉരുക്കിയൊക്കെ കവിതകൾ എഴുതി കഅബയിൽ തൂക്കിയിട്ടിരുന്നു. ഇന്നും മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കവിതകളുണ്ട്. വലിയ കരാറുകൾ അതവരെഴുതും. അല്ലാതെ രാജാക്കന്മാരുടെ കത്തുകൾ അതൊക്കെ എഴുതും. ബാക്കിയുള്ളതൊന്നും അങ്ങനെ എഴുതി സൂക്ഷിക്കില്ല. അപ്പോൾ ഖുർആൻ വന്നപ്പോൾ അവരെഴുതി. ഒട്ടകത്തിൻ്റെ തോലുകളിലും നല്ല ഒട്ടകത്തിൻ്റെ തന്നെ വലിയ പരന്ന എല്ലുകളിലും ഇലകളിലും ഒക്കെ അവർ എഴുതി വെച്ചു, കല്ലുകളിലൊക്കെ എഴുതി വെച്ചു. അപ്പോൾ ഹദീസും അങ്ങനെ എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഖുർആൻ അവതരിച്ച് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ രണ്ടും തമ്മിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകും. ഹദീസും ഖുർആനും ഒരേ ഇതിൽ തന്നെ എഴുതുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അത് പിന്നെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞു. പക്ഷേ കാലം മുന്നോട്ട് പോയി, കുറച്ച് കഴിഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ മദീന ജീവിതത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുതണം, ഉക്തുബ്, നിങ്ങൾ എഴുതണം. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ കൽപ്പിച്ചത് കാണാം, ഉക്തുബ്, അല്ലയോ അബ്ദുല്ലാഹിബ്നു അംർ, നീ എഴുതണം. ഫവല്ലദീ നഫ്സി ബിയദിഹി മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്. പ്രവാചകൻ്റെ വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ വായിൽ ഇതിൽ നിന്ന് ഹക്കല്ലാതെ, ശരിയായതല്ലാതെ, യാഥാർത്ഥ്യമായതല്ലാതെ പുറത്തു വരില്ല. കാരണം എന്താണ്? വഹിയാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അംർ, നീ അത് എഴുതി വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. മക്കം ഫതഹു മക്കയിൽ പ്രവാചകൻ നടത്തിയ സുദീർഘമായ പ്രസംഗമുണ്ട്. മക്കയോട് പാലിക്കേണ്ട മര്യാദകൾ, ഹറം, ഇതിനെ ഹറമാക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആ പ്രസ്താവന. അത് കേട്ടപ്പോൾ യമനിൽ നിന്ന് വന്ന അബൂഷാഹ് എന്ന സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ ഈ പറഞ്ഞ ഖുതുബ എനിക്ക് എഴുതി തരണം. അത് പ്രവാചകൻ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണല്ലോ ഫതഹു മക്ക ഉണ്ടാവുന്നത്, ഹിജറ 8-ലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബൂലി അബീഷാഹ്, ഈ അബൂഷാഹിന് നിങ്ങൾ എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എഴുതി സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ആദ്യകാലത്തുണ്ടായിരുന്ന കൽപ്പന മാറ്റി എഴുതി സൂക്ഷിക്കണം എന്ന നിലയിൽ തന്നെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് ഹദീസുകൾ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ അത് എഴുതി സൂക്ഷിച്ചു. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു ഈ എഴുതിയതുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ഏടുകൾ, ആദ്യകാലത്ത് ഏടുകൾ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. സ്വഹീഫ എന്ന അറബിയിൽ പറയും. കിതാബുകളൊന്നുമില്ലല്ലോ, ബൈൻഡ് ചെയ്യപ്പെട്ട സംഗതികളൊന്നും അന്ന് വ്യാപകമാണ്. എഴുതിയ കുറേ പേപ്പറുകൾ ചേർത്തൊരു ഏടുകൾ, അതിൻ്റെ പേര് സ്വാദിഖ എന്നായിരുന്നു, സ്വഹീഫത്തു സ്വാദിഖ. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു മരണം വരെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യ നിധിയായി കണ്ട ഒന്നായിരുന്നു സ്വഹീഫത്തു സ്വാദിഖ. അത് ആര് ചോദിച്ചാൽ അദ്ദേഹം കൊടുക്കുമായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊലപാതകത്തിൻ്റെ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട കുറേ പ്രവാചകൻ്റെ കൽപ്പനകൾ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു ഏട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. സദാ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ ഉറയോട് ചേർത്ത് ഒരു ലെതർ കൊണ്ടുള്ളൊരു സംഗതി ഉണ്ടാക്കി അതിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു അത് അലി റളിയല്ലാഹു. ഇങ്ങനെ ഒരുപാട് സ്വഹാബിമാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തും വഫാത്തായതിനു ശേഷവുമൊക്കെ ഹദീസുകൾ, അവരുടേതായ ശേഖരങ്ങൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പിന്നെ പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണെന്ന് സ്വഹാബിമാർക്ക് മനസ്സിലായി. ഇതിങ്ങനെ പരന്നു കിടക്കാൻ ഇതൊരു സ്ഥലത്തല്ല. ഖുർആൻ തന്നെയും പല സ്വഹാബിമാരുടെ അടുത്താണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ ഒരുപാട് ഹാഫിദുകൾ മരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർബന്ധപ്രകാരം ഖുർആൻ എന്ത് ചെയ്തു? ആദ്യത്തെ മുസ്ഹഫ് ഉണ്ടായി. മുസ്ഹഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 2 ചട്ടകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ടത് എന്നാണ്. ഖുർആൻ എന്ത് ചെയ്തു? മുസ്ഹഫാക്കി മാറ്റി. ആദ്യം അപ്പോഴാണ് ഒരൊറ്റ ഇതായി മാറുന്നത്. പല സ്വഹാബിമാരുടെ അടുത്ത് ഇങ്ങനെ ചെതറിക്കിടക്കുകയായിരുന്നു. ഹദീസുകൾ അതിനേക്കാൾ ചെതറലാണ്. കാരണം സ്വഹാബിമാർ പല നാടുകളിലേക്ക് പോയി. എവിടൊക്കെ എത്തിപ്പെട്ടു എന്ന് അല്ലാഹു ആലം. അത്രമാത്രം നാടുകളിലേക്ക് സ്വഹാബിമാർ പോയി. ഓരോ സ്വഹാബിമാരുടെ അടുത്തുമുള്ള അമൂല്യമായ അറിവുകളുണ്ടാവും. എത്രയോ കാലങ്ങൾ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വന്നു, വാതിൽ മുട്ടി 3 തവണ അനുവാദം ചോദിച്ചു. ഒന്നും മിണ്ടാട്ടമില്ല, തിരിഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു തിരക്കിലായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ വന്നു, അബൂ മൂസൽ അശ്അരി വന്നിരുന്നു. തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഒരാളെ വിട്ട് തിരിച്ചു വിളിച്ചു. അല്ലേ അബൂ മൂസ, നിങ്ങളെന്താ തിരിഞ്ഞു പോയത്? അനുവാദം ചോദിച്ചു, തിരിഞ്ഞു പോയത് എന്താണ്? അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ ഇസ്തിഅ്ദാനു സലാസ്, അനുവാദം ചോദിക്കുക എന്ന് പറഞ്ഞാൽ 3 വട്ടം. ഇപ്പം നമ്മളൊരു വീട്ടിൽ പോയാൽ നമ്മളും പഠിക്കേണ്ട മര്യാദയാണ്. നമ്മളൊരു സ്ഥലത്ത് പോയാൽ അനുവാദം ചോദിക്കേണ്ടത് 3 വട്ടമാണ്. നമുക്കറിയാം അയാൾ ഉള്ളിലുണ്ട്, എന്നാലും നമുക്കെന്ത്, അയാളെ അനുവാദം അത് കടക്കാൻ പറ്റില്ലല്ലോ. 3 തവണ അനുവാദം ചോദിക്കുക മാക്സിമം. സലാം പറഞ്ഞ് അനുവാദം ചോദിക്കുക. ഉള്ളിൽ ആൾ ഉണ്ടെന്ന് നമുക്കറിയാം, എന്നാലും മറുപടി ഒന്നും വരുന്നില്ല. എങ്കിലൊരു മുസ്ലിം ചെയ്യേണ്ട മര്യാദ തിരിഞ്ഞു പോലാണ്. ചിലപ്പോൾ അയാൾ വീട്ടിലുണ്ടാവില്ല. ഇനി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാലും അയാളുടെ വീട് അല്ലെങ്കിൽ അയാളുടെ സ്ഥലം അയാളുടെ സ്വകാര്യതയാണ്. അതിനുമേൽ ഇടിച്ചു കയറി ഒന്നും കയറാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലല്ലോ. അനുവാദം ചോദിക്കുമ്പോൾ പോലും നേർക്ക് നേരെ വാതിലിൻ്റെ മുന്നിൽ നിൽക്കാതെ വശത്തേക്ക് മാറി നിൽക്കണം എന്നതാണല്ലോ പ്രവാചക ചര്യ. അപ്പം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇതൊക്കെ പറയാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. അനുവാദം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് 3 തവണ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തിരിഞ്ഞു പോകണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അതൊരു കുറവൊന്നുമില്ല. കാരണം പല തിരക്കുകൾ, സ്വഹാബിമാരൊക്കെ എത്ര വലിയ ആളായിരുന്നാലും ചെറിയ പല കാര്യങ്ങളും അറിയാതെ പോകുന്നത് സ്വാഭാവികമാണ്. അതൊന്നും അവരുടെ ശ്രേഷ്ഠതയ്ക്കും മഹത്വത്തിനൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതം. അപ്പോൾ ചോദിച്ചു, അബൂ മൂസ, നിങ്ങളിത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ടതാണോ? ഞാൻ കേട്ടതാണ്, ഞാൻ പഠിച്ചതാണ്. അൽ ഇസ്തിഅ്ദാനു സലാസ്, 3 തവണ അനുവാദം ചോദിക്കണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും കൂടി ഉറപ്പ് വരുത്തണം. ഇത് വരുന്നില്ല, കാരണം അദ്ദേഹം കേൾക്കാത്തൊരു ഹദീസ്. നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ അന്നിത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ വേറെ പല ആളുകളുണ്ടായിരുന്നു, ഞാൻ മാത്രം ഒന്നും പുതുതായി കേട്ടൊരു സംഗതിയൊന്നുമല്ലത്. അങ്ങനെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ പോയി. മസ്ജിദുൻ നബവിയിൽ പോയപ്പോൾ അവിടെ കുറേ അൻസാരികൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, അൻസാരികളെ, ഞാനിങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ എന്നെ അദ്ദേഹം വിശ്വാസത്തിലെടുക്കുന്നില്ല. നിങ്ങളിൽ ആരെങ്കിലും ആ ഹദീസ് കേട്ടവരുണ്ടോ? അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടതാണത്. അദ്ദേഹം കൂടെ പോയി ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനും കേട്ട സംഗതിയാണത്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മൂസ ലാ അത്തഹിമുക്, നിന്നെ മോശപ്പെടുത്താൻ വേണ്ടിയല്ല അബൂ മൂസ ഞാനത് പറഞ്ഞത്. നേരെ മറിച്ച് ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, റസൂല് ചെയ്തു, റസൂൽ ഇങ്ങനെ പലതും പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുമെന്നുള്ള പേടി കാരണം അത് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാനൊന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. ഈ ഒരൊറ്റ സംഭവം വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം?
ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ടാം ഖലീഫ മുതലുള്ള മുസ്ലിം ലോകം കാണിച്ച സൂക്ഷ്മതയുടെ ഒന്നാമത്തെ ഉദാഹരണം എന്ന് വേണമെങ്കിൽ ഈ ഹദീസുകളെ ഈ സംഭവത്തെക്കുറിച്ച് പറയാം. അത് എല്ലാ സ്വഹാബിമാരും അത് കാണിച്ചിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാരിൽ നിന്ന് എന്തുകൊണ്ട് ഹദീസുകൾ കൂടുതലായി ഉദ്ധരിക്കപ്പെട്ടില്ല എന്നതിൻ്റെ ഉത്തരം കൂടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ആകെ ജീവിച്ചത് 4 വർഷമാണ്. ഹിജറ 7 അദ്ദേഹം ദൗസ് ഗോത്രം ഇസ്ലാം സ്വീകരിച്ച് റസൂലിൻ്റെ അടുത്ത് മദീനയിലേക്ക് വരുന്നത്. അതിനു മുൻപേ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ നാമ്പ് തളിർത്ത് വന്ന അന്നു മുതൽ കൂടെയുള്ള അബൂബക്കർ റളിയല്ലാഹു എന്തേ അബൂ ഹുറൈറ റളിയല്ലാഹു കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചില്ല? സൂക്ഷ്മതയായിരുന്നു, പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സംസാരം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറയാൻ അത്രയേറെ പേടിയായിരുന്നു അവർക്ക് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശേഖരം അദ്ദേഹം നശിപ്പിക്കാൻ കൽപ്പിച്ചത്. അബൂ ബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു ഹദീസ് ക്രോഡീകരിച്ചൊരു കിതാബുണ്ടായിരുന്നു, ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. അത് നശിപ്പിക്കാനാണ് അദ്ദേഹം പിന്നീട് കൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം സ്വഹാബിമാർ എന്ത് ചെയ്തു? പരമാവധി ഹദീസുകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അതിനുവേണ്ടി അവർ യാത്രകൾ നടത്തി. മദീനയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചത്, വഫാത്തായത്. മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബന്ധു കൂടിയാണ് അബൂ അയ്യൂബുൽ അൻസാരി. പ്രവാചകൻ ഹിജറ ചെയ്തു വന്ന ആദ്യം അതിഥിയായി താമസിക്കുന്ന വീടാണ് അബൂ അയ്യൂബുൽ അൻസാരി. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹത്തിന് അറിയാത്ത എന്നൊരു ഹദീസ് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലുണ്ട്. ഉഖ്ബത്ത് ബിൻ ആമിർ ഇപ്പോൾ മിസ്റിലാണ്. മദീനയിൽ ഉള്ള അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒട്ടകമില്ല, ഒരു ഒട്ടകത്തെ വില കൊടുത്തു വാങ്ങി. ആ ഒട്ടകവുമായി യാത്ര ചെയ്ത് മിസ്റിലെത്തി. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അത്ഭുതമായി. മദീനയിൽ നിന്ന് അബൂ അയ്യൂബുൽ അൻസാരി വന്നു. അൻസാരിയാണ്, മാത്രമല്ല സ്വഹാബിയാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബന്ധു കൂടിയാണ്. ഒരുപാട് നിങ്ങളെന്താ വന്നത്? ഞാൻ ഇന്ന ഹദീസിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ വന്നതാണ്, ഇന്ന ഹദീസ് എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്നതാണ്. ഏതായാലും വന്നതല്ലേ, ഒരു 3 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ വന്നത് ഇതിനാണ്. പഠിച്ചു, തിരിച്ചുപോയി. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ഹദീസ്, അത് ഉറപ്പുവരുത്താൻ വേണ്ടി, അദ്ദേഹത്തിന് അറിയുന്ന ഹദീസാണ്, പക്ഷെ ഉറപ്പുവരുത്താൻ വേണ്ടി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ 1 മാസത്തിലധികം വഴിദൂരം യാത്ര ചെയ്ത് അദ്ദേഹം സിറിയയിലേക്ക് യാത്ര ചെയ്തു. സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരൊറ്റ ഹദീസിന് വേണ്ടി അവർ നടത്തിയ ത്യാഗത്തിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഇമാം അഅ്മശ്, അതുകൊണ്ട് തന്നെ വലിയ താബഈ പണ്ഡിതനാണ് ഇമാം അഅ്മശ്. ഒരുപാട് സ്വഹാബിമാരെ നേരിൽ കണ്ടു പഠിച്ച ആളാണ് സുലൈമാൻ അൽ അഅ്മശ്. അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളോട് സ്വഹാബിമാരുടെ നിലപാട്, നമ്മളെപ്പോലുള്ള ആളുകളുമല്ലല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിനെ നേരിട്ട് കണ്ട് നേരിട്ട് പഠിച്ച ആളുകളുടെ നിലപാടാണ് ലഅൻ യഖിറ മിനസ് സമാഇ അഹബ്ബു ഇലൈഹി മിൻ അൻ യസീദ ഫീഹി വാവൻ ഔ അലിഫൻ ഔ ദാലൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ മേൽ ഒരു അലിഫ്, ഒരു വാവ്, ഒരു ദാൽ അഥവാ ഒരക്ഷരമെങ്കിലും കൂടുതൽ തൻ്റെ സ്വന്തം വകയായി പറയുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെട്ടിരുന്നത് ആകാശത്തു നിന്ന് നേരെ ഭൂമിയിലേക്ക് വീണ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നതായിരുന്നു. അവർക്കതായിരുന്നു കൂടുതൽ താല്പര്യം. സ്വഹാബിമാരെക്കുറിച്ച്, അവരുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിലെ കൃത്യതയെക്കുറിച്ച് അവരിൽ നിന്ന് നേരിട്ട് പഠിച്ച താബിഈങ്ങളുടെ പ്രമുഖൻ ഇമാം അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇസ്ലാമിക ലോകം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നൊരു വാചകം വീണു, നാവിൽ നിന്നൊരു വാചകം വീഴണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നോട്ടം, ഒരു അനക്കം, ഒരു അടക്കം, ഇതുപോലും നിഴല് പോലെ നടന്ന് നമുക്ക് എത്തിച്ചു തന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ എന്ന് പറയുന്നത്. മഹ്മൂദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. 5 വയസ്സുകാരനായിരുന്നപ്പോൾ വളരെ ചെറുപ്രായത്തിൽ പ്രവാചകനോടൊപ്പം സഹവസിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ് അദ്ദേഹം പറയുന്ന ഹദീസ്, അഖൽതു മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്ജതൻ മജ്ജഹ ഫീ വജ്ഹി വഅന ഇബ്നു 5 സിനീൻ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മിൻ ദൽവിൻ, എനിക്ക് 5 വയസ്സുണ്ടായിരുന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൽവ്, ഒരു തൊട്ടിയിൽ നിന്ന് ഒതു എടുത്തുകൊണ്ടിരുന്ന പ്രവാചകൻ ഒരു 5 വയസ്സുകാരൻ കുട്ടിയായ ഞാൻ അടുത്ത് വന്ന് നിന്നപ്പോൾ എന്നെ പരിഗണിക്കാൻ വേണ്ടി വായിൽ വെള്ളം നിറച്ച് എൻ്റെ മുഖത്തേക്ക് തെറിപ്പിച്ചത് അഖൽത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നു, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, ഈ ഒരു വിവരത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ചരിത്രത്തിലെ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ ഒരു 5 വയസ്സുകാരൻ കുട്ടിയോട്
സംസാരം പോലുമല്ല. ആ മനുഷ്യൻ തമാശയായ കുട്ടിയെ പരിഗണിക്കാൻ വേണ്ടി, ഒരു കുട്ടി അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ചില തമാശകളുണ്ടാവും, അവനെ പരിഗണിക്കാൻ വായിൽ വെള്ളം നിറച്ച് മുഖത്തേക്ക് തെറിപ്പിച്ചത് ഉദ്ധരിക്കപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? അതൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിവരമായി, ഒരു ഡാറ്റയായി ഇന്നും നമുക്ക് കൃത്യമായ സ്രോതസ്സുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടു പോകുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിൽ ഉള്ളത് എന്നതുകൊണ്ട് മാത്രമാണ്. ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്തും അതിനു മുൻപും എത്രയോ മത നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. സാമൂഹികമായി വലിയ നവോത്ഥാനങ്ങൾ നടത്തിയ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് എത്രയോ വലിയ സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നതിന് മുൻപും ഇന്ത്യയിൽ ഇതിഹാസങ്ങളുണ്ട്. ഗുപ്ത സാമ്രാജ്യം അന്ന് തകർന്നു നിൽക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിൽ ഇന്നും അതിനേക്കാൾ പഴക്കമുള്ള എഴുത്തുകൾ, ശിലാലിഖിതങ്ങൾ, ചെമ്പ് ലിഖിതങ്ങളൊക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC-യിൽ ലോകത്തിൻ്റെ ബഹുഭൂരിഭാഗം ഭൂപ്രദേശങ്ങൾ കീഴടക്കിയ അലക്സാണ്ടർ ജീവിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അലക്സാണ്ടർ തീരുമാനിക്കാമായിരുന്നു, എൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെടണം. ഒരു 100 ആളുകളെ തന്നെ മുഴുവൻ സമയം നിരീക്ഷിക്കാൻ വേണ്ടി നിയമിക്കാമായിരുന്നു. അതിനു മുമ്പ് എത്രയോ ആളുകൾ, ഗ്രീക്കുകാർ, വലിയ ചരിത്രത്തിൽ അത്രയേറെ സംഭാവനകൾ അർപ്പിച്ച, ലോകത്ത് ചരിത്രം എഴുതി തുടങ്ങിയ ആളുകൾ ഗ്രീക്കുകാർ, ഗ്രീക്ക് സമൂഹം, അവർ ജീവിച്ചിരുന്നുണ്ടായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ എത്രയോ വലിയ, അവർ മഹാന്മാരായി കാണുന്ന, അവർ നേതാക്കന്മാരായി കാണുന്ന, ഒരുപക്ഷെ അവർ ദൈവങ്ങളായി കാണുന്ന ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ചരിത്രം ഇതുപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നത് ചോദ്യമാണ്. പോട്ടെ, ഇന്ന് അതിനേക്കാൾ എത്രയോ വലിയ സംവിധാനങ്ങളുണ്ട്. ഒരു മനുഷ്യനെ നമുക്കിന്ന് ട്രാക്ക് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അയാളെ ഓഡിയോ വീഡിയോ സർവൈലൻസിലാക്കണം എന്ന് വിചാരിച്ചാൽ കഴിയും. ഇന്ന് ജീവിക്കുന്ന ഏതെങ്കിലും മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രം ഇതുപോലെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു മുസ്ലിം എന്ന നിലയിൽ അഭിമാനപൂർവം നമ്മുടെ അസ്ലുകൾ, നമ്മുടെ ദീനിൻ്റെ പ്രമാണങ്ങൾ, അതിലൊരു കൃത്രിമത്വവും ഉണ്ടാക്കാൻ ഈ ഒരു മാർഗത്തിൽ ഒരിക്കലും കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉള്ളതോടൊപ്പം തന്നെ ദുർബലരായ മനുഷ്യന്മാർ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ വിജ്ഞാനങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്കിനി മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ സംരക്ഷണം ഏതായാലും ഉണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് മനുഷ്യന്മാർ ഇതിൽ ഓരോ സംഗതികൾ ഉണ്ടാക്കിയത്, ഇതിന് ഓരോ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തു. അത് അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മനുഷ്യന്മാർ ഇതിനു വേണ്ടി കെട്ടിപ്പടുത്തുന്ന ഒന്ന്. മനുഷ്യന്മാർ ഇതിനു വേണ്ടി ഇസ്ലാമിക ലോകത്ത് സ്വഹാബിമാർ, താബിഉകൾ, അതിനുശേഷം ഇങ്ങനെ ഓരോ ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആവശ്യകത കൂടിക്കൂടി വന്നു. താബിഈങ്ങളുടെ കാലത്ത് പല പിഴച്ച കക്ഷികളും ഉണ്ടായി. പലരും പറയാൻ തുടങ്ങി, അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, ഇത് സുന്നത്താണ്, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. നമുക്കറിയാം, ഇമാം അഹമ്മദും ഇമാം യഹ്യ ഇബ്നു മഈനും അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു സദസ്സിലെത്തി. ആ സദസ്സിൽ ഇങ്ങനെ ഒരാളിങ്ങനെ നല്ല പ്രസംഗിക്കുകയാണ്. അയാൾ പ്രസംഗിക്കുന്നതിനിടയിൽ പറയുന്നു, ഒരു ഹദീസ് ഇങ്ങനെ ഉദ്ധരിച്ചു. ഇമാം അഹമ്മദും ഇമാം യഹ്യ ഇബ്നു മഈനും ഉദ്ധരിച്ച ഹദീസ്, യഹ്യ ഇബ്നു മഈനാണോ അലി ഇബ്നു മദീനയാണോ എന്ന് ഓർമ്മയില്ല, രണ്ട് പണ്ഡിതന്മാർ പേര് പറഞ്ഞ് ഉദ്ധരിച്ച ഹദീസ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഈ സദസ്സിൽ ഇമാം അഹമ്മദ് ഇദ്ദേഹം ഉണ്ട്. പ്രസംഗം കഴിഞ്ഞിട്ട് ഇയാളോട് എന്ന് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ ഹദീസ് എവിടെ നിന്നാണ് കിട്ടിയത്? അതെന്നോട് ഇമാം അഹമ്മദ് ബിൻ ഹംബലും മറ്റേ ആൾ യഹ്യ ഇബ്നു മഈനോ അല്ലെങ്കിൽ അലി ഇബ്നു മദീനോ പറഞ്ഞതാണ്. ഞാനാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇയാളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ആൾ. നമ്മളേതായാലും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അയാൾ ന്യായം പറഞ്ഞത്, നിങ്ങൾ മാത്രമാണോ ഇപ്പോൾ ലോകത്ത് ഹംബലിൻ്റെ മകൻ അഹമ്മദ്? എനിക്ക് നിങ്ങൾ അതേ പേരുള്ള 7 ഇമാം അഹമ്മദ് ബിൻ ഹംബലുമാരെ അറിയാം. വെറുതെ പറയണതാണ്. അപ്പം അങ്ങനെ പറയുന്ന ആളുകളടക്കം വന്നു. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ പറഞ്ഞു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ അറിവ് ദീൻ, കൈമാറ്റം ചെയ്തിട്ടുള്ള ഈ അറിവുകൾ എന്ന് പറയുന്നത് വെറും കാര്യമല്ല, ഇത് ദീനാണ്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, അതുകൊണ്ട് ആരിൽ നിന്നാണ് നിങ്ങൾ ദീൻ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ കറക്റ്റ് നോക്കണം. അൽ ഇസ്നാദു മിനദ്ദീൻ, ദീൻ സനദുകൾ അത് ദീനിൽപ്പെട്ടതാണ്. ലൗലൽ ഇസ്നാദ് ലഖാല മൻ ഷാഅ മാ ഷാ. ഇസ്നാദ് ഇല്ലെങ്കിൽ, ഈ അക്കൗണ്ടബിലിറ്റി, ഈ ഉത്തരവാദിത്വ ബോധം, ആരിൽ നിന്ന് കേട്ടു, ഏത് വഴി കേട്ടു എന്നുള്ളത് ഇല്ലെങ്കിൽ ആർക്കും എന്തും പറയാലോ ദീനിൽ. അപ്പോൾ നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനം അഭിമാനപൂർവ്വം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നമ്മുടെ ദീനിൻ്റെ വഴികൾ, അത് കടന്നു വന്നത് അത്രയേറെ ആക്യുറേറ്റാണ്, കൃത്യമാണ്, സൂക്ഷ്മമാണ്, വ്യക്തമാണ്, അനവധി പരിശോധനകളിലൂടെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതാണ് എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഖുർആൻ,
ഹദീസ് എന്നത്. അതിനുവേണ്ടി ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ടായി, ഹദീസ് റിപ്പോർട്ടർമാരുണ്ടായി. ഈ ഹദീസ് റിപ്പോർട്ടർമാരെ പരിശോധിക്കുന്ന ആളുകളുണ്ടായി. ആ പരിശോധിച്ചത് പിന്നെ രേഖപ്പെടുത്തുന്ന കിതാബുകളായി രേഖപ്പെടുത്തുന്ന പണ്ഡിതന്മാരുണ്ടായി. അതിനുവേണ്ടി ഉസൂലുൽ ഹദീസ് എന്നു പേരുള്ളൊരു വിജ്ഞാന ശാഖയുണ്ടായി. ഉസൂലുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം, അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസ്, അല്ലെങ്കിൽ മുസ്തലഹുൽ ഹദീസ് എന്നിങ്ങനെയൊക്കെ പല പേരുകളിൽ അത് അറിയപ്പെടും. ഹദീസ് നിദാന ശാസ്ത്രം, ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്ന വലിയൊരു മേഖലയുണ്ടായി. അതിന് കീഴിൽ 60-ൽ പരം ഉപശാഖകളുണ്ടായി. 60-ൽ പരം അതിന് കീഴിലുള്ള ഡിസിപ്ലിനുകളുണ്ടായി, ഉപവിഷയങ്ങളുണ്ടായി. ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം, ഹദീസ് റിപ്പോർട്ടിങ്ങിൻ്റെ രൂപം, ഹദീസുകൾ എഴുതേണ്ട രൂപം, ഹദീസുകൾ കേൾക്കേണ്ട രൂപം, ഹദീസുകൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ട രൂപം, അങ്ങനെ തുടങ്ങി ഓരോ വിജ്ഞാന ശാഖകൾ അതിനോട് അനുബന്ധിച്ചുണ്ടായി. ഇതിനൊരു 3 ഘട്ടങ്ങളായി തിരിച്ചാൽ, ഒന്നാമത്തേത് ഹദീസുകൾ സംരക്ഷിക്കുക എന്നതിനിടയിൽ ഈ റിപ്പോർട്ടർമാർ ഈ ഹദീസുകൾ കേൾക്കുക എന്നതാണ്. അതിനുവേണ്ടി ഹദീസ് പണ്ഡിതന്മാർ സഹിച്ച ത്യാഗങ്ങൾ, ആ ചരിത്രം നമ്മളിവിടെ തുടങ്ങാൻ നിന്നാൽ റമദാൻ അവസാനിച്ചാലും നമുക്കത് തീർക്കാൻ കഴിയില്ല. സുദീർഘമായ ചരിത്രം. ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ വേറൊരു വഴിയുമില്ലാഞ്ഞിട്ട് വേഷപ്രജനനായി ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വന്ന് സ്പെയിനിൽ നിന്ന് ബഗ്ദാദിലെത്തി പഠിച്ച ബഖി ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം ഇതിൻ്റെ അനേകായിരം ചരിത്രങ്ങളിൽ ഒന്നാണ്. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നല്ല സമ്പത്തുണ്ടായിരുന്നിട്ടും വേറെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നിട്ടും ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ നിന്ന് സ്വന്തം സമ്പത്ത് ചെലവഴിച്ച് ഇസ്ലാമിക ലോകത്ത് കറങ്ങി നടന്ന് എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിച്ച് കാൽനടയായും കപ്പലിലും ഒക്കെ യാത്ര ചെയ്ത് സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ് രേഖപ്പെടുത്തി ഇമാം ബുഖാരിയുടെ ചരിത്രം, അദ്ദേഹം കടന്നുപോയ വഴികൾ, ഇന്ന് ആധുനിക അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാർ അതിൻ്റെ മാപ്പ് വരച്ചിട്ടുണ്ട്. അദ്ദേഹം പോയ ഇന്ന പട്ടണത്തിൽ നിന്ന് ഇന്ന പട്ടണത്തിലേക്ക്, അത് ഇങ്ങനെ ജസ്റ്റ് വരച്ചതാണ്. ഇന്ന നിന്ന് ഇന്ന പട്ടണത്തിലേക്ക്, ഇന്ന പട്ടണത്തിലേക്ക് ഏകദേശ ദൂരം. അന്നത്തെ ദൂരം അതിനേക്കാൾ വലുതായിരിക്കും, കാരണം അന്ന് പല വഴികളിലൂടെ മലയും ഇതൊക്കെ താണ്ടി കടന്നു വേണം വരാൻ. നേരെ ഇങ്ങനെ വരച്ചിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം 16,000-ലധികം കിലോമീറ്ററുകൾ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ബുഖാറയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത് ഒരു പക്ഷേ നമ്മൾ ഇന്ന് പല ആളുകളും പ്രവാസികളാകുന്നത് പോലെ, യാത്രകൾ ചെയ്യുന്നത് പോലെ നാട്ടിൽ ജോലിയില്ലാതെ വിഷമിച്ചത് കൊണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉപ്പ സമ്പന്നനായിരുന്നു. തൻ്റെ ഉപ്പയിൽ നിന്ന് അനന്തരമായി കിട്ടിയതെല്ലാം ഈ മേഖലയിൽ ചെലവഴിച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടാണ് ഇമാം ബുഖാരി ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇമാം അബൂ ഹാത്തിമുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇതിനു വേണ്ടി സഞ്ചരിച്ചത് 6,000-ലധികം കിലോമീറ്ററുകൾ. ഇസ്ലാമിക ലോകത്തെ 20 പ്രധാന പട്ടണങ്ങൾ താമസിച്ച് അദ്ദേഹം പഠിച്ച പട്ടണങ്ങളിൽപ്പെട്ടതാണ്. ഇമാം ഇബ്നു മന്ദ 45 വർഷം നീണ്ടുനിന്ന യാത്രയായിരുന്നു ഇമാം ഇബ്നു മന്ദയുടേത് യാത്ര. ഇന്നത്തെ കാലം നേരത്തെ പറഞ്ഞ ബഖി ഇബ്നു മഖ്ലദ് ജനിക്കുന്നത് സ്പെയിനിലാണ്. ബഖി ഇബ്നു മഖ്ലദ് സ്പെയിനിൽ ജനിച്ചു. സ്പെയിനിൽ നിന്ന് കടൽ കടന്നു വേണം ആഫ്രിക്കയിലേക്ക് വരാൻ, മൊറോക്കോ വഴി, ഇന്നത്തെ അൾജീരിയ, ലിബിയ വഴി ഈജിപ്തിലെത്താൻ. ഈജിപ്തിലെത്തി പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്തു വേണം ഇന്നത്തെ ജെറുസലേം ഇതുവഴി സിറിയയിൽ ഡമസ്കസിലെത്താൻ. അവിടെ നിന്ന് പിന്നെയും യാത്ര ചെയ്തു വേണം ഇന്നത്തെ ഇറാഖിൽ, ബഗ്ദാദിൽ, ബസറയിൽ, കൂഫയിലൊക്കെ എത്താൻ. അവിടെ നിന്ന് യാത്ര ചെയ്തു വേണം മദീനയിൽ, ഹിജാസിൽ, മക്കയിൽ, യമനിലൊക്കെ എത്താൻ. ഇങ്ങനെ വളരെ വലിയ യാത്ര. ഇതൊക്കെ അന്നത്തെ കാലത്ത് അവർ നിർവഹിച്ചത്, വർഷങ്ങളോളം നീണ്ടുന്ന യാത്രകൾ നിർവഹിച്ചത് ഈ പറഞ്ഞ ഹദീസുകൾ സംരക്ഷിക്കുക എന്ന വലിയ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിലവർ കാണിച്ച സൂക്ഷ്മത അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയില്ല. ആ ഹദീസുകൾ സ്വീകരിക്കുന്ന രംഗത്തുള്ള സൂക്ഷ്മത, എല്ലാവരിൽ നിന്നും ഹദീസ് സ്വീകരിക്കില്ല. ഒരാൾ നിന്ന് ഹദീസ് സ്വീകരിക്കുന്നതിന് പിന്നിൽ അവർ അയാളുടെ യോഗ്യതയിൽ ഒരാളക്കും. നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയിലേക്ക് ചേർത്ത് ഉദ്ധരിക്കപ്പെടുന്നൊരു സംഭവമുണ്ട്. ആ സംഭവം ചേർത്ത് ഉദ്ധരിക്കപ്പെടുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കാൻ ചെന്നപ്പോൾ, ഹദീസ് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ മനുഷ്യൻ, ഹദീസ് ഉദ്ധരിക്കുന്ന ആ പണ്ഡിതൻ, തൻ്റെ കഴുതയെ അല്ലെങ്കിൽ കാളയെ ആസുകളിന് ചുറ്റും, പണ്ടത്തെ കാലത്ത് ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചിട്ട് അതിന് ചുറ്റും പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പതിവാണ് ഈ മൃഗങ്ങൾ പെട്ടെന്ന് പണിയെടുക്കാൻ വേണ്ടി അവരുടെ മുഖത്തോ അല്ലെങ്കിൽ കഴുത്തിലോ ആയിട്ട് മൃഗത്തിൻ്റെ ഭക്ഷണം തൂക്കിയിടും. എന്താ വെച്ചാൽ ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തരം പറ്റിക്കലാണ്. അതിനെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു തന്ത്രമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടു. അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് സ്വീകരിച്ചില്ല എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൃഗത്തോട് കാണിക്കേണ്ട ഒരു മര്യാദ സ്വന്തം ജീവിതത്തിൽ പുലർത്താത്തൊരാൾ. കാരണം ഹദീസുകൾ ഉദ്ധരിക്കാനും ഹദീസുകൾ കൈമാറ്റം ചെയ്യാനും
സാധാരണ ഒരു മനുഷ്യനുണ്ടാകേണ്ട വിശ്വസ്തതയും ജീവിതത്തിൽ സൂക്ഷ്മതയും പോരാ. കാരണം ഇത് വേറൊരാളുടെ വാക്കുകളല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളാണ്. അതിൽ സാധാരണ ഒരാളെക്കാൾ കുറച്ചുകൂടി കടന്ന സൂക്ഷ്മതയും ജീവിതത്തിലുള്ള തഖ്വയും ആ ഒരു മുറൂഅത്ത് എന്ന അറബിയിൽ പറയും. അതായത് ചിലപ്പോൾ ഹലാലായ സംഗതി തന്നെ ആയിരിക്കും, അതുപോലും സൂക്ഷിച്ച് അതുപോലും അതിൽ നിന്ന് വിട്ടുനിന്ന് കുറേ കൂടി ഒരു സാധാരണ മനുഷ്യനേക്കാളും ജീവിതത്തിൽ സൂക്ഷ്മതയും വിശ്വസ്തതയും ഒക്കെ പുലർത്തുന്ന ആളുകളാണ് ഹദീസുകൾ ഉദ്ധരിക്കാൻ യോഗ്യൻ. അവരങ്ങനെ ഹദീസുകൾ പഠിച്ചു, ഹദീസുകൾ സ്വീകരിച്ചു. ഒരു ഹദീസ് ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമുണ്ട്, ഒരു ഏടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 1-2 ഹദീസുകൾ മാത്രം പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതുപോലും അവർ എടുക്കുകയാണെങ്കിൽ ആ കിതാബ് മൊത്തം എടുക്കില്ല. അതിൽ പ്രശ്നമുള്ള ഹദീസ് ഏതാണ്, അത് ഇതാണ്. ബാക്കിയുള്ള ഹദീസുകൾ മൊത്തം പരിശോധിക്കും. ചിലപ്പോൾ ഒന്നിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചില ഇതൊക്കെ പിന്നെ അറബ് നാടുകളിലൊക്കെ ഒരു തക്കാളിപ്പെട്ടിയിൽ ഒന്നിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് മൊത്തം ഒഴിവാക്കുന്ന പോലെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവർ ചിലപ്പോൾ അത് മൊത്തം തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും. കാരണം അള്ളാഹു റസൂലിൻ്റെ ഹദീസുകൾ അങ്ങനെ ഒരു ചരിത്രം പോലെ ഒരു കഥകൾ പോലെ അങ്ങനെ ഉദ്ധരിക്കാനുള്ളതല്ല. അത് വളരെയധികം സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ അത് ഉദ്ധരിച്ചു പോകാനുള്ളതാണ്. ഇതിങ്ങനെ ഉദ്ധരിക്കപ്പെട്ട് റിപ്പോർട്ടർമാരിലൂടെ കൈമാറ്റം ചെയ്യുന്ന ഹദീസുകൾ പിന്നെ അടുത്തൊരു പ്രോസസ്സിലേക്ക് എത്തി. ഇതിനെ തരംതിരിക്കണം. ഈ റിപ്പോർട്ടർമാരെ തന്നെ ഒരാൾ ഉദ്ധരിച്ചു തന്നെ അയാൾ പറയാൻ ഞാൻ വിശ്വസ്തരാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. അയാളുടെ ജീവിതം അടിമുടി പഠിക്കണം. ആ മേഖല ഒരു വല്ലാത്ത മേഖലയാണ്, നമുക്ക് അത്ഭുതം തോന്നുന്ന മേഖലയാണത്. അഥവാ അതിനുവേണ്ടി ഹദീസ് നിദാന ശാസ്ത്രത്തിൽ രൂപീകരിക്കപ്പെട്ട 2 വിജ്ഞാന ശാഖകൾ. ഒന്ന് ഇൽമുർ റിജാൽ. റിജാൽ എന്ന് പറഞ്ഞ വ്യക്തികളെ കുറിച്ച് പഠനം. വാള്യങ്ങളോളമുള്ള തഹ്ദീബുൽ കമാൽ പോലെ, സിയർ അലാമിൻ നുബലാ പോലെ എത്രയോ ജാമ്യയുടെ ലൈബ്രറി തന്നെയുള്ള പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് അതിനുവേണ്ടി മാത്രമാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം. ഈ ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇൽമുൽ ജർഹി വ തഅദീൽ. ജർഹ് വ തഅദീൽ എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടർ അയാൾ വിശ്വസ്തനാണോ അല്ലയോ എന്ന് പഠിക്കുന്ന വിജ്ഞാന ശാഖയാണ്. അത് കുറച്ച് കടുപ്പുള്ള സംഗതിയാണ്. അതിലൂടെ ഞാനും നിങ്ങളൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ മുസ്ലിം തന്നെ ആവുമെന്ന് ഡൗട്ടായിരിക്കും. കാരണം അതിൻ്റെ സ്ക്രൂട്ടിനി, അതിൻ്റെ പിന്നെ ശുദ്ധീകരണ പ്രക്രിയ അത്രത്തോളം വളരെ വലിയൊരു സംഗതിയാണ്. അയാൾ ജനിച്ചത് എവിടെ, അയാൾ വളർന്നത് എങ്ങനെ, അയാൾ ഏതെങ്കിലും പിഴച്ച ആശയക്കാരുമായി ബന്ധപ്പെട്ടാണ് വളർന്നത്, അയാളുടെ അഖീദ എന്താണ്, അയാൾ ആരുടെ അടുത്തു നിന്നാണ് പഠിച്ചത്, അയാൾ ഏതൊക്കെ നാടുകളിൽ പോയാണ് പഠിച്ചത്, അയാൾ പഠിക്കുമ്പോൾ അയാളുടെ കൂടെ ഇരുന്ന സഹപാഠികൾ ആരൊക്കെയാണ്, അയാൾക്ക് എങ്ങനെയാണ് അയാൾ പഠിച്ചിരുന്നത്, ഓർമ്മശക്തിയുടെ ബേസിലാണോ അയാൾ പഠിച്ചിരുന്നത്, അതല്ല ഗ്രന്ഥങ്ങൾ നോക്കി അവലംബിച്ചാണോ അയാൾ പഠിച്ചിരുന്നത്, അയാൾ എവിടെയൊക്കെയാണ് യാത്ര ചെയ്തത്, അയാൾ എവിടെയൊക്കെയാണ് പഠിപ്പിച്ചത്, അയാൾ പഠിപ്പിച്ചപ്പോൾ അയാൾ സ്വീകരിച്ചത് എന്തായിരുന്നു, ഓർമ്മശക്തിയിൽ നിന്നാണോ പഠിപ്പിച്ചത്, അതല്ല അയാൾ പിന്നെ കിതാബ് തുറന്നു വെച്ച് അങ്ങനെയാണോ പഠിപ്പിച്ചിരുന്നത്, അയാളുടെ ഈ രംഗത്തുള്ള സൂക്ഷ്മത എത്രത്തോളമാണ്, ഇങ്ങനെ തുടങ്ങി അയാൾ മരിച്ചത് എവിടെയാണ്, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഹദീസിൽ ഒരാൾ ഒരു കൈവച്ചു, ഹദീസ് മേഖലയിൽ കൈവച്ചാൽ പിന്നെ അയാളുടെ ജീവിതം കുടുങ്ങി, എല്ലാം കുടുങ്ങി. കുറച്ചുകൂടി ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവും. ഹിജ്റ 200-കളിൽ ജീവിച്ച വലിയൊരു പണ്ഡിതനായിരുന്നു അബ്ദുർ റസാഖ് ഇബ്നു ഹമ്മാം. യമനിലെ സ്വന്നായിൽ ജീവിച്ച മനുഷ്യൻ. യമൻ്റെ തലസ്ഥാനമാണ് സ്വന്നാ. ഹമ്മാമിൻ്റെ മകൻ അബ്ദുർ റസാഖ്. നമുക്ക് ചരിത്രത്തിൽ കാണാം, ഹിജ്റ 200-ന് ശേഷം അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയി. ഇതൊരു ഇൻഫർമേഷനാണ്, ഒരു വിവരമാണ്. എന്തുകൊണ്ടാണ് ഈ വിവരം, ഈ ഒരു അറിവ് ഞാൻ പറയാൻ മാത്രമുള്ളൊരു അറിവായി മാറുന്നത്? ലോകത്ത് വേറെ കുറേ ആൾക്കാർക്ക് കാഴ്ച പോയിട്ടില്ലേ? ലോകത്ത് എത്രയോ അബ്ദുർ റസാഖുമാർ ജീവിച്ചു പോയിട്ടില്ലേ? ഉണ്ട്. പക്ഷേ യമനിലെ സ്വന്നായിലെ ഹമ്മാമിൻ്റെ മകൻ അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാഴ്ച പോയത് മറ്റൊരു അബ്ദുർ റസാഖിൻ്റെ കാഴ്ച പോകുന്നത് പോലെയല്ല. കാരണം ഈ അബ്ദുർ റസാഖ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് പരമ്പരയിലെ സനദിലൊരു കണ്ണിയാണ്, ഒരു റിപ്പോർട്ടറാണ്. വിശ്വവിഖ്യാതമായ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന കിതാബിൻ്റെ രചയിതാവാണ്. മാത്രമല്ല അദ്ദേഹം ഗ്രന്ഥങ്ങൾ അവലംബിച്ച് ഹദീസുകൾ ഉദ്ധരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ഗ്രന്ഥങ്ങൾ അവലംബിച്ച് ഒരു ഗ്രന്ഥം മുന്നിൽ വെച്ച് ഹദീസുകൾ ഉദ്ധരിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ കാഴ്ച പോയതിനു ശേഷം അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അബ്ദുല്ലാഹി ഇബ്നു ലബീഅ എന്നു പേരുള്ള മറ്റൊരു പണ്ഡിതനുണ്ട്, ദുർബലനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വീട് കത്തിപ്പോയി, ചരിത്രത്തിൽ കാണാം. ഒരു അബ്ദുള്ളയുടെ വീട് കത്തിപ്പോയത് എന്തിനാ ചരിത്രം പ്രശ്നമാണ്. കാരണം അബ്ദുല്ലാഹി ഇബ്നു ലബീഅ ഹദീസ് റിപ്പോർട്ടറാണ്. അദ്ദേഹത്തിൻ്റെ വീട് കത്തിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവലംബ ഗ്രന്ഥം കൂടി അതിൻ്റെ കൂടെ കത്തിപ്പോയി. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ പ്രശ്നമുണ്ടാകും. അദ്ദേഹത്തിന് അവലംബം നഷ്ടപ്പെട്ടു പോയി.
ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇമാം അഹ്മദ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാം. വക്കീ എന്നു പേരുള്ള പണ്ഡിതൻ ഇമാം മസ്ഊദിയിൽ നിന്ന് കൂഫയിൽ വെച്ച് കേട്ടു. അബൂ നുഐം എന്ന പണ്ഡിതനിൽ നിന്നും അദ്ദേഹം ഹദീസ് പഠിച്ചു. മസ്ഊദി എന്ന പണ്ഡിതൻ പക്ഷേ പിന്നീട് ബഗ്ദാദിലെത്തി. കൂഫയിൽ നിന്ന് മസ്ഊദിയിൽ നിന്ന് കേട്ട ഹദീസുകൾക്ക് പ്രശ്നമല്ല, ബഗ്ദാദിലെത്തിയപ്പോൾ കേട്ട ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റൂല. അതെന്താ? കൂഫയിലെത്തിയപ്പോൾ പ്രശ്നമില്ലാത്ത ആൾക്ക് ബഗ്ദാദിലെത്തിയപ്പോൾ പ്രശ്നം? ഒരാളുടെ വഴികളടക്കം പഠിക്കുകയാണ്. അയാൾ കൂഫയിലെത്തിയത് അതൊക്കെ റെക്കോർഡറാണ്. ബഗ്ദാദിലെത്തിയപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു ബഗ്ദാദിലെത്തിയപ്പോഴാണ് ഇമാം മസ്ഊദിക്ക് എന്ത് ചെയ്തത്? പ്രായാധിക്യം കാരണം ഓർമ്മപ്പിശകുകൾ വരാൻ തുടങ്ങിയത്. അയാളുടെ മെഡിക്കൽ റെക്കോർഡ് അടക്കം ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓർമ്മക്കുറവുണ്ടാവും. അപ്പോൾ ഓർമ്മക്കുറവാണ്. അപ്പോൾ അതിനുശേഷം ഉള്ള ഹദീസുകൾ അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒമൻ സമിഅ മിൻഹു ബിൽ ബസറത്തി വൽ കൂഫ ഫസമഉഹു ജയ്യിദ്. ബസറയിലും കൂഫയിലും വെച്ച് കേട്ടത് റിപ്പോർട്ടുകൾ വലിയ പരിശോധന ആവശ്യമില്ല, ഓക്കെയാണ്. ബഗ്ദാദിലെത്തിയപ്പോൾ പരിശോധിക്കണം. ജരീർ ഇബ്നു ഹാസിം എന്ന് പറഞ്ഞ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം വയസ്സായി. അദ്ദേഹത്തിൻ്റെ മക്കളും ഹദീസ് പണ്ഡിതന്മാരാണ്. വയസ്സായപ്പോൾ പല ഓർമ്മപ്പിശകുകളുണ്ടാവും, സ്വാഭാവികമാണ്, ഓർമ്മക്കുറവുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് മക്കൾ എന്ത് ചെയ്തു? ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങരുത്. ഉപ്പാനെ ഒരു സ്നേഹപൂർവമായ ഒരു വീട്ടുതടങ്കലിലാക്കി. കാരണം മക്കളും ഹദീസ് പണ്ഡിതരാണ്, അവർക്കറിയാം. അതെന്തുകൊണ്ടാണ്? കാരണം ഉപ്പ ഹദീസ് പണ്ഡിതനാണ്. ഉപ്പ ഹദീസ് പണ്ഡിതൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? പണ്ഡിതനാണല്ലോ, എത്ര പ്രായ ആളുകൾ സംശയം ചോദിക്കും, പിന്നെ ഹദീസ്. അപ്പോൾ ഉപ്പ എന്തെങ്കിലും പറയും. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മുടെ ഉപ്പയുടെ പ്രായാധിക്യം, അസുഖം, അത് വേറെ വിഷയം. അതൊരു പിന്നെ മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം. പക്ഷേ ആ പ്രശ്നം നമ്മൾ ഇവിടെ അതിനൊരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് പ്രശ്നമുണ്ടാകുന്നത് അല്ലാഹു റസൂലിൻ്റെ ഹദീസുകളിലാണ്. അറിയാതെ പോലും നമ്മുടെ ഉപ്പ അത് പറഞ്ഞാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു കളവ് പറയലുണ്ടാകും. അതുകൊണ്ട് പാടില്ല. ഇങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടു വെച്ചു. ഓരോ റിപ്പോർട്ടർമാരുടെ ജീവചരിത്രം, അവരുടെ യാത്രകൾ, അവരെവിടെയൊക്കെ എന്തൊക്കെ പഠിച്ചു, ഏത് വരെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ച റിപ്പോർട്ടർ ഉണ്ടാവും ഒരു മനുഷ്യൻ. 1000, 5000, 16000. ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ 29,000-ലധികം ഹദീസുകൾ, ബുഖാരിയിൽ 7000-ലധികം ഹദീസുകളുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ആളുകളാണ്. ഏത് വരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 10,000-കണക്കിന് ഹദീസുകൾ പിന്നെ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ, അവർക്ക് ചില ഹദീസുകൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഇപ്പോൾ 1,00,000 ഹദീസ് പഠിച്ച ആൾക്ക് 1-2 ഹദീസ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 1,00,000-ലധികം പഠിച്ച ആളല്ലേ, പിന്നെ 1-2. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളുടെ വിഷയത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഇങ്ങനെ വരെ കാണാം. അവരുടെ തർജുമ, അവരുടെ ജീവചരിത്രത്തിൽ ഇങ്ങനെ അഖ്തഅ ഫീ 18 ഹദീസൻ ഫഖത്ത്. ഇദ്ദേഹം 6000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 18 ഹദീസുകളിൽ മാത്രം ഇദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് പഠിക്കും, എത്ര ഹദീസുകൾ തെറ്റുപറ്റി, കറക്റ്റ് എണ്ണം പറയും. ഇന്ന ഹദീസുകൾ തെറ്റുവരും, ബാക്കി ഹദീസുകൾ ചെയ്യും. അല്ലാതെ മൊത്തത്തിൽ ഒന്ന് റൗണ്ടാക്കിയും കൂട്ടാം, ആ പരിപാടി ഹദീസുകളുടെ വിഷയത്തിൽ കഴിഞ്ഞില്ല. ഹിയ കൈത്ത വക്കൈത്ത്, അത് ഇന്ന ഹദീസുകളാണ് എന്നടക്കം അതിൽ പഠനം നടത്തിയ പണ്ഡിതന്മാർ പറയും. നമുക്കറിയാം ഈ രംഗത്ത് ഇഷ്ടം പോലെ റിപ്പോർട്ടർമാർ, ദുർബലരായ റിപ്പോർട്ടർമാരുടെ മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. ദുർബലരമായ റിപ്പോർട്ട് അൽ-ളുഅഫ, കിതാബുൽ-ളുഅഫ ഒരുപാട് പണ്ഡിതന്മാർക്കുണ്ട്. ദുർബലരായ റിപ്പോർട്ടർമാരുടെ മാത്രം ചരിത്രം പറയുന്നത് കുത്തുബുസ് സിത്ത, ബുഖാരി, മുസ്ലിം, പിന്നെ തിർമിദി, നസായി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഇതിൽ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ച റിപ്പോർട്ടർമാരുടെ മാത്രം ചരിത്രം ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിലുള്ള ഹദീസുകളുടെ റിപ്പോർട്ടർമാരുടെ മാത്രം ചരിത്രം, സ്വഹാബിമാരുടെ മാത്രം ജീവചരിത്രം ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. കാരണം എന്താ? സ്വഹാബിമാരുടെ ജീവചരിത്രം എന്തിനാണ് ക്രോഡീകരിക്കുന്നത്? ചരിത്രം പഠിക്കാമെന്ന് മാത്രമല്ല, ചരിത്രം ഇങ്ങനെ കഥകൾ കേൾക്കുക അതല്ല ഇവിടെ ഉദ്ദേശം. ഇത് കുറച്ചും കൂടി സീരിയസ് ആയ പരിപാടിയാണ്. ഇവിടെ ഉദ്ദേശം ഒരാളൊരു സ്വഹാബി ആണോ അല്ലയോ എന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു വിവരം അത് ഹദീസാവും അല്ലാതാവും. ഒരാളൊരു സ്വഹാബി ആണ് എന്നുള്ളത് തെളിഞ്ഞാൽ എന്താവും? അയാളുടെ ഉദ്ധരിക്കപ്പെട്ടത് ഹദീസാവും. അയാൾ സ്വഹാബി അല്ലാന്ന് തെളിഞ്ഞാലോ അത് ഹദീസല്ല, അവിടെ വിടവ് വന്നു, റസൂലിനെ അയാൾ നേരിട്ട് കേട്ടിട്ടില്ല. അപ്പം അതടക്കം രേഖപ്പെടുത്തും. നമുക്കറിയാം ഒരു ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 600 കൊല്ലത്തിന് ശേഷം ഒരു മനുഷ്യൻ അയാൾ വാദിച്ചിട്ടുണ്ട്, ഞാൻ സ്വഹാബിയാണ്. അതിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റിയത് ഇങ്ങനെ ഒരു കറക്റ്റ് വിജ്ഞാനശാഖ നമുക്കുള്ളതാണ്. അയാൾ ഇന്ത്യക്കാരനായിരുന്ന ബാബ രത്തൻ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ ബാബ രത്തൻ. അയാൾ പറഞ്ഞു, ഞാൻ സ്വഹാബിയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇത്ര ആയുസ് കിട്ടിയതാണെന്നൊക്കെ അയാൾ. അലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ പിന്നെ കിതാബിൽ
ഇയാളെക്കുറിച്ച് പറഞ്ഞത് കാണാം. ഇയാളെക്കുറിച്ച് മാത്രം ഞാനൊരു പഠനം, ഖദ് അല്ലഫ്തു ഫീ അംരിഹി ജുസ്അൻ, ഇയാളെക്കുറിച്ച് മാത്രം ഞാനൊരു പഠനം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. ജുസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കിതാബല്ല, ഒരു കുറിപ്പ്, ഒരു 4-5 പേജുള്ള ഒരു ചെറിയതിനാണ് ജുസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇയാളുടെ വിഷയത്തിൽ മാത്രം എഴുതിയിട്ടുണ്ട് ഇമാം ദഹബി പറയുന്നത് കാണാം. അപ്പം ഏത് കാലത്തും ലോകാവസാനം വരേക്കുള്ള ഇനി എന്തു വന്നാലും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മേൽ തൊട്ട് കളിക്കാൻ ഇസ്ലാമിക ലോകം ഒരിക്കലും അനുവദിക്കില്ല എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഹദീസ് പണ്ഡിതനാണ്. വെറും ഒരു ഹദീസ് പണ്ഡിതൻ മാത്രമല്ല, ഹദീസ് നിരൂപകൻ കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ മാത്രമല്ല, വേർതിരിച്ച് നെല്ലും പതിരും വേർതിരിച്ച് കണ്ടെത്താൻ ശേഷിയുള്ളതാണ്. അദ്ദേഹം ബഗ്ദാദിലെത്തി. ബഗ്ദാദിലെ ആളുകളോട് അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. യാ അഹ്ല ബഗ്ദാദ്, ബഗ്ദാദ് നിവാസികളെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു കളവ് മനഃപൂർവ്വം വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കാമെന്ന് ഒരാളും വിചാരിക്കുന്നതാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിന്. ലാ തദുന്നു അന്ന അഹദൻ യഖ്ദിറു യക്ദിബു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ഹൈ. ഞാൻ ഇതൊക്കെ പഠിച്ച് ഇതിനു വേണ്ടി ജീവിതം ത്യജിച്ചിരിക്കുമ്പോൾ, വ അന ഹൈ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ അള്ളാഹു റസൂലിൻ്റെ പേരിൽ ഒരു ഹദീസും പറഞ്ഞ് അത് പ്രവാചകൻ പറഞ്ഞതാണ് വ്യാജമായി ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി ഇങ്ങനെ പോകാമെന്ന് ഒരാളും കരുതണ്ട. ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ മുമ്പിൽ ഒരു പിഴച്ച കക്ഷിക്കാരനെ കൊണ്ടുവന്ന സംഭവം ചരിത്രത്തിൽ കാണാം. അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അയാൾ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഖലീഫ, വലിയ ഖലീഫയാണ്, നിങ്ങൾക്ക് എന്നെ കൊല്ലാനല്ലേ പറ്റും. അയിന അൻത, എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. പക്ഷേ അയിന അൻത മിൻ അൽഫി ഹദീസിൻ വദഅതുഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും, പക്ഷേ ഞാൻ ഈ സമൂഹത്തിൽ ബോധപൂർവം ഞാൻ സമൂഹത്തിൽ പ്രചരിപ്പിച്ച വ്യാജമായി നിർമ്മിച്ച 1000 ഹദീസുകൾ, അൽഫു ഹദീസ്, അയിന അൻത്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്ലാമിക ലോകത്തൊരു ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ഒരു ഖലീഫക്ക് ഹദീസ് നിദാന ശാസ്ത്രവും ഇൽമുർ റിജാലൊന്നും പഠിച്ചോണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് അതൊന്നും പഠിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിക്കോണമെന്നില്ലല്ലോ, അദ്ദേഹം ഭരണകാര്യങ്ങളാണ്. പക്ഷേ ഒരു ഖലീഫയുടെ മുമ്പിൽ പതറിപ്പോകാൻ പോകുന്നൊരു ചോദ്യമാണ്. ഒരാൾ അങ്ങനെ പറയാണ്, അങ്ങനെ ഒരു 1000 ഹദീസ് ഞാൻ പ്രചരിപ്പിച്ച് കഴിഞ്ഞു ഓൾറെഡി, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാണ്. ഒരു സാധാരണ ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ, ഒരു സാധാരണ ഗതിയിലുള്ള മറ്റേത് മതങ്ങളോ സംസ്കാരങ്ങളോ ആയിരുന്നെങ്കിൽ പതറിപ്പോകാൻ മാത്രമുള്ളൊരു ചോദ്യം. ഖലീഫ ഹാറൂൺ റഷീദ് പതറിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാണ്, അയിന അൻത്, നീ എവിടെ കിടക്കുന്നു? മിൻ അബി ഇസ്ഹാഖ് അൽ ഫസാരി വ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനെ പോലെ, അബു ഇസ്ഹാഖുൽ ഫസാരിയെ പോലെ നീ കൊണ്ടുവന്ന ഓരോ റിപ്പോർട്ടുകളെയും ഓരോ ഹദീസുകളെയും യൻഖലാനിഹി, അരിച്ചെടുത്ത്, ഫയുഖ്രിജാനിഹ ഹർഫൻ ഹർഫൻ, ഓരോ അക്ഷരമായി പിടികൂടാൻ ശേഷിയുള്ള ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശത്രു നീ കിടന്ന് ഞെളിയാതെ എന്ന് ഖലീഫ ഹാറൂൺ റഷീദിന് പറയാൻ കഴിഞ്ഞത് മുസ്ലിം ലോകം, ആ പണ്ഡിതന്മാരുടെ മഹത്വം, അതിനേക്കാളപ്പുറം മുസ്ലിം ലോകം ഹദീസുകൾക്ക് കൊടുത്ത വലിയ പരിഗണനയാണ്. അതിൽ സ്വന്തം ബന്ധങ്ങൾ ആരും പരിഗണിച്ചില്ല. ഹദീസ് റിപ്പോർട്ടുകളുടെ വിഷയത്തിൽ അതാണ്, അവരുടെ വിഷയത്തിൽ ഗീബത്തില്ല എന്നാണ്. ഗീബത്തില്ല എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് എന്തും പറയാമെന്നല്ല, നേരെ മറിച്ച് ഒരാളുടെ ന്യൂനത അവിടെ എടുത്തു പറയുന്നതിനേക്കാൾ, അത് മറച്ചു വെക്കുന്നതിനേക്കാൾ, ഗീബത്ത് പറയാൻ പാടില്ലല്ലോ, ഹറാമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഗീബത്ത് പറയാൻ അനുവദനീയമാണ്. എന്ന് വെച്ചാൽ അത് ഗീബത്തല്ല, ഗീബത്ത് പറയാൻ അനുവദനീയമാണെന്നല്ല, ആ പറയുന്നത് ഗീബത്താകില്ല. കാരണം അയാളുടെ വ്യക്തി ന്യൂനത അറിയുന്നതിനേക്കാൾ, അത് പരസ്യമാവുന്നതിനേക്കാൾ വലുത് ദീൻ സംരക്ഷിക്കപ്പെടുക എന്നതാണ്. അയാളുടെ വ്യക്തിയുടെ അഭിമാനത്തെക്കാൾ വലുത് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ഹദീസുകളുടെ സംരക്ഷണമാണ് വലുത്. അതുകൊണ്ടാണ് നമുക്ക് എത്രയോ രസകരമായ സംഭവങ്ങൾ. ഇമാം അബൂ ദാവൂദ്, നമുക്കൊക്കെ അറിയുന്ന ഇമാം അബൂ ദാവൂദ്, സുനൻ അബൂ ദാവൂദിൻ്റെ കർത്താവ്, അദ്ദേഹം ഹദീസ് നിവേദകനും നിരൂപകനും ഒക്കെ കൂടിയാണ്. സ്വന്തം മകനെക്കുറിച്ച് അദ്ദേഹം എഴുതേണ്ടി വന്നിട്ടുണ്ട്, അന്നഹു കദ്ദാബ്, എൻ്റെ മകൻ, അയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അതിനർത്ഥം എന്താണ്? കദ്ദാബ്, നുണയെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിനർത്ഥം എപ്പോഴും നുണ പറഞ്ഞ് നടക്കുന്ന ആളെന്നല്ല, നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിലുള്ളൊരു വിശ്വസ്തതയും സത്യസന്ധതയും പോരാ. ഇതിന് കുറച്ചും കൂടി ഒരു ദറജ വേണം ഹദീസ് റിപ്പോർട്ടർ ആകണമെങ്കിൽ. അപ്പോൾ ഹദീസിൽ ചില പണ്ഡിതന്മാരെന്തായിരിക്കും, ഇപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അബൂ ഹനീഫ ഫിഖ്ഹിൽ അങ്ങേയറ്റമാണ്, വേറൊന്നും പറയാനില്ല, വലിയ മദ്ഹബിൻ്റെ ഇമാം, ഒരാളും കവച്ചു വെക്കാനില്ല. പക്ഷെ ഹദീസിൽ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ചില വിഷയങ്ങളിൽ മാത്രം അവർ ആ മേഖല അത്രത്തോളം ചിലപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത്രത്തോളം അതിൽ ഇടപെടാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് അള്ളാഹു നിശ്ചയിച്ച മേഖല ഇതായിരിക്കും.
അപ്പോൾ ചില പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം വരും, ചില വിഷയങ്ങൾ പറ്റില്ല. അപ്പോൾ ഇമാം അബൂ ദാവൂദ്, അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ബന്ധങ്ങളൊന്നും ഇവിടെ വില ഇല്ല. അബൂ ദാവൂദ് റഹ്മത്തുള്ള സ്വന്തം മകനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ മകൻ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. ഇമാം സെയ്ദ് ബിനു അബി ഉനൈസ അദ്ദേഹം ലാ തഅഖുദു നഖി, എൻ്റെ സ്വന്തം സഹോദരൻ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അവിടെ സ്വന്തം ബന്ധങ്ങളല്ല വില, അവിടെ ഹദീസുകൾ സംരക്ഷിക്കപ്പെടുക എന്നതിനാണ് വില. ഇമാം അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഇമാം അഹമ്മദിൻ്റെ സമകാലികനാണ് അദ്ദേഹം, വലിയ പണ്ഡിതനാണ്. അലി ഇബ്നുൽ മദീനി അബി ദഈഫുൻ, എൻ്റെ ഉപ്പ അദ്ദേഹം ഹദീസ് വിഷയത്തിൽ ദഈഫാണ്, ദുർബലനാണ്, അദ്ദേഹം ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ അവരുടെ സ്വന്തം ഉപ്പമാരെക്കുറിച്ചും ഉമ്മമാരെ പിന്നെ സഹോദരങ്ങളെക്കുറിച്ചും പിന്നെ മക്കളെക്കുറിച്ചുമൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഹദീസുകളോടുള്ള ആ സൂക്ഷ്മതയും ബാധ്യതയുമാണ്. ഇങ്ങനെയൊക്കെ പരിഗണിച്ച് വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 60-ലധികം ഉപശാഖകൾ ഹദീസിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കേണ്ട സ്ഥിതിയുണ്ടായി. ഉസൂലുൽ ഹദീസ് അതിൻ്റെ പൊതുപേരാണ്. ഉലൂമുൽ ഹദീസ് തന്നെ ഹദീസ് വിജ്ഞാനങ്ങളെന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. ഉലൂമുൽ ഹദീസ്, ഹദീസിൻ്റെ ഇൽമുകൾ. ഇൽമുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലായി, ഒരു ഇൽമല്ല അവിടെ ഉള്ളത്, ഇൽമുകൾ. അപ്പോൾ അതിന് കീഴിൽ വേറെ കുറേ ഇൽമുകളുണ്ട്. മുസ്തലഹുൽ ഹദീസ് അതിലൊന്നാണ്. ഹദീസ് പിന്നെ നിദാന ശാസ്ത്രം, എങ്ങനെയാണ് ഹദീസ് സ്വീകരിക്കുക, എങ്ങനെയാണ് ഒരു ഹദീസ് ദഈഫാവുക, എങ്ങനെയാണ് ഒരു റിപ്പോർട്ടർ സ്വഹീഹാണോ ദഈഫാണോ എന്ന് മനസ്സിലാക്കുക, രണ്ട് ഹദീസ് തമ്മിൽ വൈരുദ്ധ്യം പോലെ തോന്നുന്നു നമുക്ക്, അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഒരു ഹദീസ് ഇങ്ങനെ വന്നു പിന്നെ ഒരാൾ റിപ്പോർട്ട് ചെയ്തു, മറ്റൊരാൾ അതിനെ വേറൊരു രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തു, അതിനെങ്ങനെ മനസ്സിലാക്കേണ്ടതൊക്കെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുഖ്തലഫുൽ ഹദീസ്, മുഷ്കിലുൽ ഹദീസ്, ഗരീബുൽ ഹദീസ്, ഇലലുൽ ഹദീസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിജ്ഞാന ശാഖകൾ ഇതിലുണ്ടായത് ഈ ഒരു പിന്നെ കാലഘട്ടത്തിൽ പിന്നെ ഇങ്ങനൊരു പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? പണ്ഡിതന്മാർ ഇതൊക്കെ ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ചു. ഈ ഒരു കാലഘട്ടം ആദ്യം ശേഖരിക്കലായിരുന്നു, പിന്നെ അരിച്ചെടുക്കലായിരുന്നു, പിന്നെ ഇതൊക്കെ ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ചു വെച്ചു. ആ ഒരു ഘട്ടമാണ് ഇമാം ബുഖാരിയുടെ ഒക്കെ ഒരു ഘട്ടം. അതിനുശേഷവും ഇങ്ങനെയുള്ള പഠനം നടന്നിട്ടില്ല എന്നല്ല, അത് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും ഹദീസുകളെ കുറിച്ചുള്ള പഠനം നടക്കുന്നത്. നേരെ മറിച്ച് ഒരു വിജ്ഞാനം എന്ന നിലയിൽ ഇതിനൊരു ചരിത്രം ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്, സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടതിൻ്റെ ചരിത്രം. ഇമാം ബുഖാരി വന്നു, ഇമാം മുസ്ലിം വന്നു, അതിനു മുമ്പ് ഇമാം മാലിക്കിൻ്റെ മുവത്ത, ഇമാം ബുഖാരിയുടെ സ്വഹീഹ്, നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം, ഇമാം അഹമ്മദ്, ഇമാം നസായി, ഇമാം തിർമിദി, ഇബ്നു മാജ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഗതികൾ വന്നു. ഒരുപാട് കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടു വെച്ചു. ഇമാം ബുഖാരി പറയണല്ലോ, മാ അദ്ഖൽതു ഫീ കിതാബി അൽ ജാമി ഇല്ലാ മാ സഹ, സ്വഹീഹായത് മാത്രമേ എൻ്റെ കിതാബിൽ. അദ്ദേഹം നിർബന്ധം പിടിച്ചതാണ്. കാരണം അതിനു മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞ ഘട്ടത്തിലാണെങ്കിൽ എല്ലാം ഇങ്ങനെ ശേഖരിക്കുമായിരുന്നു. കാരണം അന്ന് ശേഖരിച്ചാൽ മതി, ഹദീസുകൾ പരന്നിങ്ങനെ കിടക്കുകയാണ്, ഒരുമിച്ച് കൂട്ടലാണ് അന്നത്തെ ജോലി. അപ്പോൾ എല്ലാം ചോദിച്ചാൽ അതിൽ ദഈഫുണ്ട്, സ്വഹീഹുണ്ട്, മൗദൂ വ്യാജമായി കെട്ടിച്ചമച്ചത് വരെയുണ്ട്. പിന്നെയാണത് അതൊക്കെ കൂടി ശേഖരിച്ചൊരു സ്ഥലത്തെത്തിയാലല്ലേ പഠനം നടത്താൻ പറ്റുള്ളൂ. പഠനം നടത്തി പിന്നെ എന്ത് ചെയ്തു? ഇമാം ബുഖാരിയെ പോലുള്ള ആളുകൾ തൻ്റെ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് സ്വഹീഹുകൾ മാത്രം ക്രോഡീകരിച്ചു. പിന്നെ വേറെ വിലമുണ്ട്, ദഈഫുകൾ മാത്രം ക്രോഡീകരിച്ചു. ഇതും നമുക്ക് കിതാബുകൾ കാണാം. മൗദൂകൾ വരെ ക്രോഡീകരിച്ചിട്ടുണ്ട്. മൗദൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല, പൂർണ്ണമായും ഫാബ്രിക്കേറ്റഡ്, വ്യാജമായി നിർമ്മിച്ചതെന്ന് ഉറപ്പുള്ള ഹദീസുകൾക്കാണ് മൗദൂ എന്ന് പറയുന്നത്. അതടക്കം ക്രോഡീകരിച്ച് മൗദൂആത്ത് എന്നുള്ള കിതാബുണ്ട് നമ്മുടെ ലൈബ്രറിയിൽ. അതെന്തിനാ മൗദൂകൾ ക്രോഡീകരിച്ച്? മൗദൂകൾ ക്രോഡീകരിക്കുന്നതിന് പിന്നെ കാരണം ചരിത്രത്തിൽ ഇന്നൊരു കാലഘട്ടത്തിൽ ഇന്ന വ്യാജമായൊരു സനത് കൃത്രിമമായി ഉണ്ടാക്കി, ഇന്നൊരു വാചകങ്ങൾ പിന്നെ കൂട്ടി യോജിപ്പിച്ച് ഇന്നൊരു ഹദീസ് കുറച്ച് ആളുകൾ വ്യാജമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ വെക്കണം. ഭാവിയിൽ വരുന്ന വിദ്യാർത്ഥികൾ അത് പഠിക്കണം. ലോകാവസാനം വരേക്കുള്ള മുസ്ലിങ്ങൾക്കത് റഫറൻസായി മനസ്സിലാക്കണം. എന്താ ഞാൻ ഹദീസുകൾ, എത്രയോ ഹദീസുകൾ നമ്മളിന്ന് സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള ഒരുപാട് ഹദീസുകൾ മൗദൂആയ ഹദീസുകളുടെ ഗണത്തിൽപ്പെടുന്ന കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ആധുനിക ലോകത്ത് ഇമാം സ്വഹീഹുൽ ബുഖാരിയുടെ 2300-ലധികം കയ്യെഴുത്ത് പ്രതികൾ നമുക്ക് ഇന്ന് കിട്ടും. 2000 സ്വഹീഹുൽ ബുഖാരിൻ്റെ മാത്രം അങ്ങനെ എത്രയോ കിതാബുകളുടെ കയ്യെഴുത്ത് പ്രതികൾ ഇന്നും ലോകത്ത് പല ഇസ്ലാമിക മ്യൂസിയങ്ങളിലുമൊക്കെ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളുടെ അതേ പിന്നെ കാർബൺ ഡേറ്റഡ് ചെയ്ത് അതിൻ്റെ കാലഗണന കണക്കാക്കി തയ്യാറാക്കി ഏകദേശം ഇന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ്, അത് എഴുതിയത് ഇന്ന ആളാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കിയത് ചെയ്യും. ഇന്നും ഒരു കിതാബ് പിന്നെ പുറത്തിറക്കുമ്പോൾ പണ്ഡിതന്മാർ ചെയ്യാറുള്ളത് അതാണ്. പണ്ഡിതന്മാരും പ്രസിദ്ധീകരണശാലകളും എന്ത് ചെയ്യും? ഒരു കിതാബ് ഇങ്ങനെ, ഇപ്പം ബുഖാരി മുസ്ലിം അതുപോലെയൊക്കെ ഉള്ളത് ഓക്കെ, കാരണം ഓൾറെഡി പഠനം നടന്നു കഴിഞ്ഞതാണ്. എന്നാലും പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ വരുമ്പോൾ പുതിയൊരു കിതാബ് കിട്ടിയ ചട്ടയിൽ ഇമാം അഹമ്മദ് എന്ന് കണ്ടു, എന്നാൽ പിന്നെ ഇതാ അഹമ്മദിൻ്റെ തന്നെയെന്ന് ഇറക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ഈ കിതാബിൻ്റെ ലോകത്ത് നിലവിലുള്ള കയ്യെഴുത്ത് പ്രതികളൊക്കെയും പരിശോധിക്കും. ഇന്ന് പലതും ആദ്യകാലത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു ഒരുപാട് കയ്യെഴുത്ത് പ്രതി ഉണ്ടായിരുന്നു.
ആദ്യമായി ഫത്ഹുൽ ബാരിയൊക്കെ പ്രിന്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലാണ്, ഹൈദരാബാദിലാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഹൈദരാബാദിലും, രണ്ട് ഹൈദരാബാദിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കിതാബുകൾ ആദ്യമായി പ്രിന്റ് ചെയ്യപ്പെടും. പിന്നെ ആദ്യത്തെ പ്രിന്റ് ആരാണ് പ്രിന്റ് ചെയ്തത്? ഈജിപ്തിലെ പിന്നെ പല പ്രസ്സുകൾ നെപ്പോളിയൻ്റെ ആക്രമണത്തിന് ശേഷം ഈജിപ്തിലുണ്ടായ പ്രസ്സുകളിൽ നിന്നാണ് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി വേറെ കുറേ ഗ്രന്ഥങ്ങൾ പ്രിന്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആദ്യകാല പ്രിന്റുകൾ അവിടെയുള്ള പ്രതികളൊക്കെയും എടുത്തുകൊണ്ടുവരും, പരിശോധിക്കും, ഇതൊക്കെ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കും, വാക്കുകളുണ്ടോ, മാറിയിട്ടുണ്ടോ. ഇത് വലിയൊരു മേഖലയാണ്. അങ്ങനെ പഠനം നടത്തുന്നതിൽ ഒരുപാട് രസകരമായ പലതും കിട്ടിയിട്ടുണ്ട്. മുസന്നഫ് ഇബ്നു അബി ഷൈബയുടെ ഒരു കോപ്പി, പാകിസ്ഥാനിൽ നിന്ന് പ്രിന്റ് ചെയ്തൊരു കോപ്പി 1913 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് നോക്കിയപ്പോഴാണ് തറാവീഹിൻ്റെ റക്കായത്തിൻ്റെ എണ്ണത്തിൽ മാറ്റം, ആ പ്രിന്റിൽ മാത്രം പിടിക്കാൻ പറ്റി. അത് മുസ്ലിം ലോകം ഇന്നും അത് സംരക്ഷിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. കറക്റ്റ് ഒരു ഇനി പ്രിന്റ് ചെയ്താലും ശരി, എന്ത് ചെയ്താലും ശരി, എത്ര കോപ്പികൾ ഇറക്കിയാലും ശരി, അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒത്തുനോക്കാനും അതിനെ കൃത്യമായി മനസ്സിലാക്കാനുമുള്ള സംഗതികൾ വിജ്ഞാന ശാഖ മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ അഭിമാനകരമായ ഒരു വിജ്ഞാന ശാഖയാണ് എന്നതാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അതൊരു ചെറിയ മറുപടി അല്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീനിൻ്റെ അഭിമാനകരമായൊരു വിജ്ഞാന ശാഖയാണ് ഹദീസുകളുടെ മേഖല. അത് കൃത്യമായി സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. അതിലൊരാളൊന്ന് തുമ്മിയതും തെറിച്ചതും പോലും വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെ അളക്കാനും മനസ്സിലാക്കാനുമുള്ള പഠനങ്ങൾ, പിന്നെ സങ്കീർണമായ നിയമങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ട്. സനദുകൾ പഠിക്കാനുള്ള വഴിയുണ്ട്, മത്തിനുകൾ പഠിക്കാനുള്ള വഴിയുണ്ട്. ചില ആളുകൾക്കൊരു സംശയമാണത്, ഈ സനദ് മാത്രമല്ലേ പഠിക്കുള്ളൂ, മത്തിന് പഠിക്കാനുള്ള വഴിയുണ്ട്. ഒരു ഹദീസ് എങ്ങനെയാണ് സ്വഹീഹാകുന്നത് എന്നതിന് അഞ്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ 5 മാനദണ്ഡം എങ്കിലും ചുരുങ്ങിയത്, കാരണം ഒരു വിദ്യാർത്ഥി ആദ്യം പഠിക്കുന്ന മാനദണ്ഡങ്ങളാണ്, അതെങ്കിലും പഠിച്ചാൽ ഒരാൾക്ക് ഈ സംശയം വരില്ലായിരുന്നു. ഇന്ന് സമൂഹത്തിൽ അങ്ങനെയൊക്കെ ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഹദീസ് എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ പറയണമൊക്കെ അംഗീകരിച്ചു, സനദ് മാത്രമല്ലേ പഠിക്കുള്ളൂ, മത്തിന് പഠിക്കും. അത് മത്തിന് ഖുർആനെതിരായാലോ, ഈ കണ്ടന്റ് വേറൊരു ഹദീസിനെതിരായാലോ, ഇതിപ്പോൾ ഒരു സ്വഹാബിയെ ഉദ്ധരിച്ചുള്ളൂ, മറ്റേ അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല. ഒരു 10-40 സ്വഹാബിമാരൊക്കെ ഒന്നിച്ചുദ്ധരിച്ച് മുതവാത്തിറൊക്കെ സ്വീകരിക്കാൻ പറ്റൂ, ആഹാദ് ഒരു സ്വഹാബി മാത്രം ഉദ്ധരിച്ചു അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല. ഇങ്ങനെ തുടങ്ങിയ കുറേ മറുപടികൾ ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്, പണ്ട് കാലത്തും ഇതും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരി കൊടുത്തത്, ആ ഒരൊറ്റ ഹദീസ് കൊടുത്തതിന് ഒരുപാട് ആളുകൾക്കുള്ള മറുപടിയാണ്. ഒന്ന്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം, എല്ലാ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ നിയ്യത്താണ് എൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇഖ്ലാസോട് കൂടി വേണം ഏത് പണിയും തുടങ്ങാൻ. അതുകൊണ്ടാണ് ഹദീസ് കിതാബ് എഴുതിയപ്പോൾ 1-ാമത് ഹദീസ് എഴുതിയത്. അത് വലിയൊരു പാഠമാണ്. ആ മാതൃക പിൻപറ്റി ഒരുപാട് പണ്ഡിതന്മാർ പിന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ആദ്യം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് കൊണ്ട് തുടങ്ങും. ഒരു ബർക്കത്തിന് ഒരു പാഠം. ഇമാം ബുഖാരിയുടെ ആ ഒരു മാതൃക പിൻപറ്റി, അതൊരു മാതൃക. അതിനേക്കാൾ അപ്പുറത്ത് വേറെ പലതുണ്ട്. മുത്തവാത്തിറായ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അതായത് ഒരുപാട് ആളുകൾ ഉദ്ധരിച്ച ഹദീസുകൾ, ഒരൊറ്റ സ്വഹാബി വഴി ഉദ്ധരിച്ച ഹദീസുകൾ, അതൊന്നും പറ്റൂല എന്നുള്ള വാദക്കാർ ഇമാം ബുഖാരിക്ക് മുമ്പുണ്ട്. അതിനുള്ള ഏറ്റവും വായടപ്പിക്കുന്ന മറുപടിയാണ് ഈ ഹദീസ്. കാരണം ഈ ഹദീസിൻ്റെ എല്ലാ പരമ്പരയിലും ഒറ്റ ആളാണുള്ളത്. ഈ ഹദീസ് ആകെ ഉദ്ധരിച്ചത് ഉമറുല്ലാഹിലൂടെയാണ്. ആഹാദായ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തുള്ള ഹദീസ്. ഇനി വേറെ പല വഴികളുമുണ്ടെങ്കിലും ആ ഹദീസ് മുതവാത്തിറല്ല. അപ്പോൾ അങ്ങനെ ഇമാം ബുഖാരിയുടെ തലക്കെട്ടുകൾ വായിച്ചിട്ട് പല ആളുകളും ഇന്ന് സമൂഹത്തിൽ പറയാറുണ്ട്, തലക്കെട്ട് ഇതും തമ്മിലൊരു ബന്ധമില്ലല്ലോ എന്നൊക്കെ പറയും. അത് അയാൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമുക്കതിനോട് പറയാനുള്ളത്, പൊന്നു സഹോദര, നിങ്ങൾ ഇമാം ബുഖാരി ഈ വിഷയത്തിൽ മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം ബുഖാരിയുടെ തലക്കെട്ടുകളിലെ അത്ഭുതം എന്ന ഗ്രന്ഥമുണ്ട്, ഫിഖ്ഹുൽ ഇമാമിൽ ബുഖാരി ഫി തറാജുമിഹി. ഇമാം ബുഖാരിയുടെ തർജമ അഥവാ തലക്കെട്ടുകളിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന ആഴമേറിയ ഫിഖ് എന്ന ഗ്രന്ഥം എന്ന രചനകളുണ്ട്. അതൊരു വേറെ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഹദീസ് വായിക്കുമ്പോൾ, ബുഖാരി തന്നെ ഹദീസ് വായിക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷേ ഫത്ഹുൽ ബാരി വായിക്കുമ്പോൾ, ഇമാം ബുഖാരിയുടെ ഈ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ അനവധി പണ്ഡിതന്മാർ എഴുതിയ വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ, എത്രയോ വ്യാഖ്യാനങ്ങൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹുണ്ട്, അത് വ്യാഖ്യാനം നമുക്ക് മനസ്സിലാവും. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയും, ഈ ഹദീസ് 16 പിഴച്ച വാദങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ ഹദീസ് ഇത്ര സംശയങ്ങൾക്കുള്ള മറുപടി എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കത്തുക, ഇങ്ങനെയായിരുന്നു അല്ലേ ഹദീസ്, അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദീൻ സംരക്ഷിക്കപ്പെട്ടു പോകുന്ന ഈ ഒരു വഴി അത് എത്രത്തോളം കൃത്യമാണ് എന്നൊരു അഭിമാന ബോധം നമുക്കുണ്ടാകണം. മറ്റൊന്ന്,
ഇതിലുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടു, നമ്മളതൊരു ഒരറിവാണ്, സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടിയാണ്. അത് ശരി, അത് ഓക്കെ, അത് നമുക്ക് കിട്ടിയ അറിവാണ്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പാഠം, ഇങ്ങനെയൊക്കെ കിട്ടിയൊരു ഹദീസ് നമ്മൾക്ക് കിട്ടിയിട്ട് എന്താണ് നമ്മളതുകൊണ്ട് ചെയ്യുന്നത് എന്ന പാഠമാണ്. ഇമാം അഹ്മദ് പറയുന്നത് കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അഅലമു സുന്നതൻ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഒരു സുന്നത്ത് എനിക്ക് അറിഞ്ഞിട്ട്, ഒരു ചര്യ എനിക്ക് മനസ്സിലായിട്ട്, ഇല്ല അമിൽതു ബിഹാ വലൗ മറത്തൻ വാഹിദ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഞാനത് പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. ഇമാം ബുഖാരി 6 ലക്ഷത്തിലധികം ഹദീസുകൾക്ക് തിരഞ്ഞെടുത്തിട്ടാണ് സ്വഹീഹുൽ ബുഖാരി എഴുതിയത്. ആ ഇമാം ബുഖാരിയുടെ ഉസ്താദും സ്വഹീഹുൽ ബുഖാരി പരിശോധിക്കാൻ വേണ്ടി ഇമാം ബുഖാരി കൊണ്ടുവന്ന് കൊടുത്ത ആളുമാണ് ഇമാം അഹ്മദ്. ഇമാം അഹ്മദ് അതിനേക്കാളധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ മാത്രം 29,000 ഹദീസുകളുണ്ട്. ആ മനുഷ്യനാണ് വളരെ സിമ്പിളായി പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നൊരു സുന്നത്ത് കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മിനിമം ഞാനത് ചെയ്യാതിരുന്നിട്ടില്ല, ഒരു സുന്നത്തൊഴിച്ച്. ഈ സുന്നത്ത് ഉദ്ദേശിച്ചത് നമ്മൾ ഈ സുന്നത്തായ കാര്യങ്ങൾ മാത്രമല്ല, സുന്നത്ത് എന്ന പദത്തിന് വേറെ അർത്ഥങ്ങളുണ്ട്, പിന്നെ വിശദീകരിക്കും. സുന്നത്ത് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രവാചക ചര്യ എന്ന പൊതു അർത്ഥത്തിലാണ്. അഥവാ കൂലി കിട്ടണ സുന്നത്ത് എന്നല്ല, സുന്നത്ത് നിസ്കാര സുന്നത്ത് അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുഴുവൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ഒഴിച്ച്. അതേതാ കാര്യം? അൽ ഇഖ്തിബാ ഫിൽ ഗാരി സലാസൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയപ്പോൾ സൗർ ഗുഹയിൽ 3 ദിവസം ഒളിച്ച് താമസിച്ചു. അതെനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ പ്രവാചക ചര്യ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രവാചകനെക്കുറിച്ച് എന്തൊക്കെ അറിഞ്ഞോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം, ഇമാം അഹ്മദ് പറഞ്ഞു, പിന്നെ എനിക്ക് അതിനും അവസരം കിട്ടി. അബ്ബാസി ഖലീഫമാരിൽപ്പെട്ട മഅ്മൂൻ, മുഅ്തസിം, വാസിഖ് എന്നീ 3 ആളുകൾ, കഴിഞ്ഞ വർഷം നമ്മൾ ഇമാം അഹ്മദിൻ്റെ ചരിത്രം ഒരു സീരീസായി ഇവിടെ അവസാനത്തെ പത്തിലെടുത്തപ്പോൾ ഇമാം അഹ്മദിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു, കേട്ട ആളുകൾക്ക് സുപരിചിതമായിരിക്കും. 3 ഖലീഫമാർ മരിച്ച്, ഒരു ഖലീഫ മരിക്കുന്നു, അടുത്ത ആൾ വരുന്നു, തുടരെ ഇമാം അഹ്മദിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ ശരിയായ ആദർശം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം. ഇമാം അഹ്മദ് പറയുന്നു, അന്ന് ആ പീഡനകാലത്ത് എനിക്ക് അതിനും അവസരം കിട്ടി. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗുഹയിൽ ഒളിച്ച് 3 ദിവസം താമസിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഫഹമിത്തുല്ലാഹ തആല, എനിക്ക് ആ അവസരം കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ അള്ളാഹുവിന് വളരെ ഹംദ് പറഞ്ഞു, അള്ളാഹുവിനെ സ്തുതിച്ചു. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എന്തൊക്കെ കേട്ടോ അത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് പറ്റിയെന്നു. അപ്പോൾ ആ ഒരു പാഠമാണ് എനിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പുലർത്താനുള്ളത്. മറ്റത് ഒരു വൈജ്ഞാനിക തലമാണ്, ആളുകൾക്ക് മുമ്പിൽ പിന്നെ അത് പറയാനും സ്വയം ജീവിതത്തിൽ മനസ്സിലാക്കാനുമുള്ള തലമാണ്. നമ്മുടെ പ്രാവർത്തിക തലത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്തുകൾ, ആദർശങ്ങൾ, നയനിലപാടുകൾ, സ്വഭാവങ്ങൾ, മര്യാദകൾ, പ്രവാചകൻ്റെ പുഞ്ചിരി, പ്രവാചകൻ്റെ ഹസ്തദാനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, ഇതൊക്കെയും കഴിവിൻ്റെ പരമാവധി നമ്മളെക്കൊണ്ട് കഴിയുന്നതിന് അങ്ങേയറ്റം ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ റമദാൻ അവസാനത്തെ 10 അള്ളാഹു സ്വീകരിക്കട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.